हरे कृष्णा सर्वम कृष्ण अर्पणमस्तु प्रभुपाद की जय गुरु महाराज की जय राधा പവനപുരേശൻ की जय ഗുരുവായൂർ മഞ്ജരീസിൻ്റെ പ്രഭാത മഞ്ജരിയിലെ ഗീതാപഠന ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. നമ്മൾ 2-3 ദിവസമായില്ലേ കണ്ടിട്ട്. ഒരു ദിവസം ഫോൺ അങ്ങ് കംപ്ലൈൻ്റ് ആയിപ്പോയി. രാവിലെ ക്ലാസ്സൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചപ്പോഴേക്കും ഞാൻ ഫോണിൻ്റെ ചാർജർ കണക്ട് ചെയ്തത് മാറിപ്പോയപ്പോഴേക്കും ആ ചാർജ് ചെയ്യുന്നിടത്ത് നിന്ന് ഇങ്ങനെ പുക പോലെ വന്നു. അത് ഷോർട്ട് സർക്യൂട്ടായി. പിന്നെ അത് കുറച്ച് പ്രശ്നമായി. അപ്പം ക്ഷമിക്കണം. അപ്പം പിന്നെ അത് കൊണ്ടുപോയി ശരിയാക്കാൻ കൊടുത്ത് അങ്ങനെ ഒരു ദിവസം പോയി കിട്ടി. അങ്ങനെയൊക്കെ ആയിട്ടാണ് ക്ലാസ് എടുക്കാൻ പറ്റാതിരുന്നത്. ക്ഷമിക്കല്ലോ അല്ലേ. എന്നാലും മാക്സിമം വന്നെടുക്കും. ഇന്ന് പിന്നെ രാവിലെ 6:30 എടുക്കാമെന്നൊക്കെ വിചാരിച്ചതാണ്. നമ്മുടെ ക്ലാസ് ടൈം ഇനി 6:30 ആണ്. 6:30 എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കാണ് ഇന്ന് അമാവാസിയാണ്, ശനി ജയന്തിയാണ്. അപ്പോൾ പിന്നെ വേഗം രാവിലെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൊണ്ട് പിന്നെ ഹരേ കൃഷ്ണ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒരു 8:30 മാറ്റാമെന്ന് വെച്ചു. കാരണം അങ്ങനെ പ്രത്യേകമായിട്ടുള്ള ദിവസങ്ങളൊക്കെ നമുക്ക് രാവിലെ കുറച്ച് കാര്യങ്ങളുണ്ടാവുമല്ലോ. എല്ലാവരും എവിടെ പോയി? എല്ലാവരും ഇപ്പം ഈ എന്താ പറയുക, സ്കൂളൊക്കെ റീ ഓപ്പൺ ആയതുകൊണ്ട് സ്കൂളിലേക്ക് പോകുന്ന തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും അല്ലേ രാവിലെ. ഇവിടുത്തെ ചൂട് കാരണം കുറച്ച് തണുത്ത വെള്ളം കുടിച്ചു. അതാണ് ഈ തൊണ്ടയിൽ കിച്ച് കിച്ച്. അത് ശരിയാവും, ക്ഷമിക്കണം കേട്ടോ. പിന്നെ ഇന്ന് മുതൽ നമ്മുടെ ക്ലാസ്സുകളൊക്കെ ആക്റ്റീവാവും. വേറെ എൻഗേജ്മെൻറ്റ്സ് ഒന്നുമില്ല. പഴയ പോലെ തന്നെ രാവിലെയും വൈകിട്ടും നമുക്ക് ക്ലാസ് എടുക്കാം. ദിവ്യമാതാജിയും കുട്ടികളൊക്കെ പോയി. അവർ ഇന്നലെ വൈകുന്നേരം 3:30 മണിക്കുള്ള ട്രിവാൻഡ്രം മെയിലിന് ഞാൻ കയറ്റി വിട്ടു. കുട്ടികൾക്ക് സ്കൂൾ റീ ഓപ്പണായി. ഇന്ന് രാവിലെ 4:30-5 മണിയായപ്പോഴേക്കും കേരളത്തിലെത്തി എന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് വന്നു. വളരെ സന്തോഷത്തോടെ കരഞ്ഞുകൊണ്ടാണ് പോയത്. 1 മാസം പോയത് അറിഞ്ഞില്ല. എന്തൊക്കെയോ കുറേ ഒരു ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മാറി നിന്നത്. എനിക്കും ഈ ഒരു മെയ് മാസം എന്ന് പറയണത് കുറേയൊക്കെ ഫ്രീ ടൈമാണ്. കാരണം വർഷത്തിൽ 1 മാസം നമ്മളും കുറച്ച് ഫ്രീ ആയിരിക്കണമല്ലോ. കാരണം എൻ്റെ മോനും വെക്കേഷന് വരുന്ന സമയമാണ്. അപ്പോൾ ഈ വർഷം അവൻ വന്നിട്ടില്ല. അവൻ നേരത്തെ വന്നു പോയി. ഹയർ എഡ്യൂക്കേഷൻ്റെ കുറച്ച് കാര്യങ്ങളും ലൈസൻസുകളൊക്കെ റെഡിയാക്കാനുള്ള കാരണം കൊണ്ട്. അപ്പം മെയ് മാസം പൊതുവേ അധികം വർക്കും കാര്യങ്ങളൊന്നും, ഇവിടെ ചൂട് കൂടുതലായതുകൊണ്ട് നമുക്ക് അങ്ങനെ ഉണ്ടാവില്ല. ഇനിയിപ്പം വീണ്ടും എല്ലാം ഒന്ന് കുട്ടികൾക്ക് സ്കൂൾ തുറന്ന പോലെ തന്നെ റീസ്റ്റാർട്ട് ചെയ്തു. അസുഖമൊന്നും ഉണ്ടായില്ല. ഇങ്ങനെ ഒരു ദിവസം ഫോൺ കംപ്ലൈൻറ്റ്, ഒരു ദിവസം ദിവ്യമാതാജിയെ യാത്രയാക്കുന്ന തിരക്ക് കാര്യങ്ങൾ, അങ്ങനെയൊക്കെ ആയിട്ട് ബിസി ആയി പോയതാണ്. വേറെ ഒന്നുമില്ല. ഇന്ന് പിന്നെ ശനി ജയന്തി ആയതുകൊണ്ട് രാവിലെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. കാരണം ഒരുപാട് പേരിങ്ങനെ പ്രാർത്ഥന റിക്വസ്റ്റൊക്കെ തരുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമല്ലോ. പ്രാർത്ഥിക്കുന്ന തിരക്കും ഭഗവാന്റെ കാര്യങ്ങളുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് അല്പം ബിസി ആയിപ്പോയി. അതുകൊണ്ടാണ് 8:30 ആക്കിയത്. അല്ലെങ്കിൽ യൂഷ്വലി നമുക്ക് 6:30 തന്നെയാണ് ക്ലാസ്. കാരണം 6:30 ക്ലാസ് എടുത്താലേ എനിക്കും ബാക്കി കാര്യങ്ങൾക്കൊക്കെ ടൈം കൃത്യമായിട്ട് കിട്ടും. നാളെ മുതൽ മഞ്ജരീസിൻ്റെ മെസ്സേജുകളെല്ലാം ചെക്ക് ചെയ്യും. വിജയ് പ്രഭു. അപ്പോൾ 2 ദിവസം മുന്നേ എല്ലാവർക്കും അറിയാം, നമ്മുടെ വിജയ് പ്രഭുവിൻ്റെ അച്ഛൻ മരിച്ചു. ഗുരുവായൂരപ്പനോട് നന്ദി പറയാം വിജയ് പ്രഭു. ഒന്നും ടെൻഷൻ അടിക്കണ്ട. എല്ലാം കിച്ചൂട്ടൻ സമാധാനത്തിൽ നോക്കുന്നുണ്ടല്ലോ. കാരണം വിജയ് പ്രഭു എല്ലാവർക്കും അറിയാലോ, വെളിയിലാണ്. എത്ര പേർക്ക് അറിയുന്ന എനിക്കറിയില്ല. വെളിയിലാണ്. അദ്ദേഹത്തിൻ്റെ സ്വദേശം തൃശ്ശൂരാണ്. അപ്പം കുറേ 2-3 മാസങ്ങളായിട്ട് എനിക്ക് മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കുന്നു, മാതാജി എനിക്ക് നാട്ടിൽ വരാൻ പറ്റുന്നില്ല, ലീവ് കിട്ടുന്നില്ല, എൻ്റെ മക്കളെ കണ്ടിട്ട്, ഭാര്യയെ കണ്ടിട്ട്, അച്ഛനെയും അമ്മയും കണ്ടിട്ടൊക്കെ ഒരുപാട് നാളായി, എനിക്കൊരുപാട് സങ്കടമുണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ മെസ്സേജ് ഇടും. അപ്പോഴൊക്കെ ഞാൻ പറയും അദ്ദേഹത്തോട്, വിഷമിക്കേണ്ട, കിച്ചൂട്ടൻ കൂടെയുണ്ട്. സമയമാവുമ്പോൾ കിച്ചൂട്ടൻ അങ്ങേ നാട്ടിലെത്തിക്കും, അങ്ങ് വിഷമിക്കേണ്ട. 2-3 പ്രാവശ്യമൊക്കെ ഇങ്ങനെ എന്താ പറയുക, ലീവ് അപ്ലൈ ചെയ്ത് ലീവ് ഓക്കെ പറഞ്ഞപ്പോഴൊക്കെ അതിങ്ങനെ സ്കിപ്പായിപ്പോയി. അപ്പോഴേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്തോ ഒരു കാരണമില്ലാതെ കിച്ചൂട്ടൻ ഇങ്ങനെ ആ ലീവിനെ ഇങ്ങനെ സ്കിപ്പ് ചെയ്യില്ല എന്ന്. നന്ദിയല്ലല്ലോ വിജയ് പ്രഭു ഞാനിപ്പോൾ പറയേണ്ടത്.
എന്നെക്കൊണ്ട് അങ്ങനെ പങ്കെടുക്കാൻ പറ്റിയിട്ടുള്ളൂ. ഞാൻ വരും, നാട്ടിൽ വരുമ്പോൾ എന്തായാലും അങ്ങയുടെ വീട്ടിലേക്ക് ഞാൻ വരും, അമ്മയെ കാണും. അപ്പോൾ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ലീവ് സ്കിപ്പായി പോയി. അപ്പോൾ ഞാനിങ്ങനെ കിച്ചുവിനോട് പറയും, എന്താ കിച്ചു, നമ്മൾ എന്തൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും അച്ഛനും അമ്മയൊക്കെ നാട്ടിലില്ലേ, ഒന്ന് ആ ലീവ് ശരിയാക്കി കൊടുക്കൂ, എന്തിനാ ഇങ്ങനെ എന്നിങ്ങനെ പറയും. അപ്പോഴും ബിജി പ്രഭു എനിക്ക് മെസ്സേജ് ഇടും, മാതാജി ലീവ് വീണ്ടും സ്കിപ്പായി, എനിക്ക് അറിഞ്ഞൂടാ എന്താ ഇങ്ങനെയെന്ന്. അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു എന്തോ ഒരു കാരണം ഗുരുവായൂരപ്പൻ നോക്കി വെച്ചിട്ടുണ്ട്. കിച്ചൂട്ടൻ ആ കാരണമില്ലാതെ കിച്ചൂട്ടൻ ഒരിക്കലും ഇങ്ങനെ ലീവ് സ്കിപ്പ് ചെയ്ത് പോവില്ല. കാരണം അദ്ദേഹത്തിന് മാക്സിമം 1 മാസത്തെ ലീവേ കിട്ടൂ. അങ്ങനെ ഇരിക്കെ കഴിഞ്ഞ മാസം എനിക്ക് മെസ്സേജ് ഇട്ടു, മാതാജി ലീവ് കിട്ടി. ഞാൻ പറഞ്ഞു ശരി, അങ്ങ് വരൂ, സന്തോഷത്തോടെ ഇരിക്കൂ എന്ന് പറഞ്ഞു. അദ്ദേഹം വന്നതിൻ്റെ ഒരു 4ാമത്തെ ദിവസവും മറ്റോ അമ്മ എന്നെ കോണ്ടാക്ട് ചെയ്തു. അദ്ദേഹത്തിൻ്റെ അമ്മ വർഷങ്ങളായിട്ട് അച്ഛനും അമ്മയും സുഖമില്ലാതെ കിടക്കുകയാണ്. അച്ഛൻ മോഷൻ പോകുന്നതും യൂറിൻ പോകുന്നതൊക്കെ ബെഡിലാണ്. പിന്നെ വൈഫെന്ന് പറയുമ്പോൾ ജോലിയുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക്. മക്കൾക്കും എന്താ പറയുക, സ്കൂളിൽ വിടണം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. ശരി പ്രിയ മാതാജി പോയിട്ട് വരും. അപ്പം മക്കൾക്കും പോകണം. അപ്പം എന്ത് ചെയ്യുന്ന അറിയില്ല, അതുകൊണ്ട് ബുദ്ധിമുട്ടാണ്. സാരമില്ല വിജയ് പ്രഭു. അപ്പോൾ അമ്മയാണ് അച്ഛനെ നോക്കുന്നത്, വൈഫും നോക്കും, മക്കൾ രണ്ടുപേരും പഠിക്കുന്നു. വല്ലാത്തൊരു സിറ്റുവേഷൻ ഇങ്ങനെ പോവാണ്. അച്ഛനാണെങ്കിൽ വല്ലാത്തൊരു അവസ്ഥയിൽ കിടക്കുന്നു. ഗുഡ് മോർണിംഗ് അമ്മ. അച്ഛനാണെങ്കിൽ വല്ലാത്തൊരു അവസ്ഥയിൽ കിടക്കുന്നു. അങ്ങനെ ഒരാൾ നമ്മളെ വീട്ടിൽ കിടക്കാമെന്ന് പറയുമ്പോൾ നമുക്ക് വലിയ സങ്കടമാണല്ലേ. കാരണം നമ്മുടെ അച്ഛനും അമ്മയാണ്, നമ്മളെ വിട്ടു പോകുന്നതിൽ നമുക്ക് സങ്കടം ഉണ്ടാവും. പക്ഷെ അവരുടെ ദുരിതപ്പെട്ട അവസ്ഥ എന്ന് പറയുമ്പോൾ അത് വളരെ ഭീകരവുമാണ്, ഭയാനകവുമാണ്, നമുക്ക് സഹിക്കാൻ പറ്റില്ല. ഒരാൾ ദുരിതപ്പെട്ട് കിടക്കുമ്പം കരുണയുള്ള ഒരു ജീവാത്മാവിനും അത് സഹിക്കില്ല. അമ്മ ഇങ്ങനെ ഒരുപാട് വിഷമം പറഞ്ഞു എന്നോട്, എന്ത് പറയണമെന്ന് അറിയില്ല മോളെ, അച്ഛൻ ഇങ്ങനെ കിടക്കുമ്പോൾ സഹിക്കുന്നില്ല. ഞാനതിങ്ങനെ അമ്മയോട് പറഞ്ഞു, അമ്മ വിഷമിക്കേണ്ട, കിച്ചൂട്ടൻ വൈകാതെ ഒരു തീരുമാനം എടുക്കും, അമ്മ സമാധാനമായിട്ടിരിക്കൂ എന്നിങ്ങനെ പറഞ്ഞ് കിച്ചുവിൻ്റെ അടുത്ത് ഞാനിവിടെ പറഞ്ഞു, കിച്ചൂട്ടാ ബിജി പ്രഭു ലീവിന് വന്നിരിക്കുകയാണ്, അദ്ദേഹത്തിന് 1 മാസത്തെ ലീവേ ഉള്ളൂ. ആ കുടുംബത്തെ എന്താണോ ഉചിതമായത് അത് കിച്ചൂട്ടൻ ചെയ്യാം. ഇനി ഈ ലീവ് കഴിഞ്ഞ് ബിജി പ്രഭു പോയാൽ എപ്പോൾ വരുന്നു പറയാൻ പറ്റില്ല. കുറേ മാസങ്ങളായിട്ട് ലീവിന് ശ്രമിച്ചു, അങ്ങ് തന്നെയാണ് അത് നീട്ടിയതെന്ന് എനിക്കറിയാം. എന്താണോ ആ കുടുംബത്തിന് ഉചിതമായത് അത് അവിടുന്ന് ചെയ്യാം. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ അവസ്ഥ അറിയാലോ, വല്ലാത്തൊരവസ്ഥയിലാണ് അദ്ദേഹം കിടക്കുന്നത്. കൊണ്ടുപോകാനാണെങ്കിൽ അങ്ങയുടെ തൃപ്പാദങ്ങളിലേക്ക് വേഗം എടുത്തോളൂ, വൈകിക്കേണ്ട. അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയിട്ടുണ്ട് എങ്കിൽ ആ ജീവാത്മാവിനോട് പുറത്ത് അങ്ങയുടെ തീരുമാനം നടപ്പിലാക്കുക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും മെനയാന്ന് 2 ദിവസം മുമ്പേ രാത്രിയിൽ വിജയ് പ്രഭു ഒരു 1 മണിയായപ്പോൾ എനിക്ക് മെസ്സേജ് ഇട്ടു, മാതാജി ഈ സമയത്ത് മെസ്സേജ് ഇടുന്നതിന് ക്ഷമിക്കണം. ഞാൻ പറഞ്ഞു എന്താ? ഇല്ല അച്ഛൻ പോയി എന്ന് പറഞ്ഞിട്ട്. കിച്ചൂട്ടനോട് നമ്മൾ നന്ദി അറിയിക്കുന്നു. ഇനിയും ദുരിതപ്പെടാൻ അദ്ദേഹത്തെ അനുവദിച്ചില്ല. അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട മകൻ അടുത്തുണ്ടാവുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങളെല്ലാം ചെയ്യാനുള്ള ഒരു മഹത് ഭാഗ്യം വിജയ് പ്രഭുവിന് ലഭിച്ചു. അവസാനമായി അച്ഛൻ്റെ മുഖം കാണാനുള്ള ഒരു അനുഗ്രഹം ലഭിച്ചു. അച്ഛനെ കൊണ്ടുപോകാൻ അച്ഛനെ കൊണ്ടുപോകാനും അവസാന നേരത്തുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും എല്ലാം ഉചിതമായി നൽകാനും, ഇതൊക്കെയാണ് ഒരു മകൻ്റെ കടമ എന്ന് പറയുന്നത് അല്ലേ. ഒരു അച്ഛനും അമ്മയും ഒരു ആൺകുട്ടിക്ക് ജന്മം നൽകിയാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്താ? നമ്മുടെ പട്ടടയ്ക്ക് തീ വയ്ക്കാൻ നമ്മുടെ മക്കളടുത്തുണ്ടാവണം. അവസാന നിമിഷം നമ്മുടെ മക്കളെ കണ്ടുകൊണ്ട് കണ്ണടയ്ക്കണം. അങ്ങനെയുള്ള എല്ലാ മഹത് ഭാഗ്യങ്ങളും ആ അച്ഛന് സാധിച്ചു. ഇതേ വിജയ് പ്രഭു 1 മാസം മുന്നേ ആഗ്രഹിച്ച സമയത്ത് ലീവ് കിട്ടിയിരുന്നെങ്കിൽ അച്ഛൻ്റെ സംസ്കാരത്തിന് ഒരിക്കലും മകനുണ്ടാവില്ല. അച്ഛനെ അവസാനമായി ഒരു നോക്ക് കാണാൻ മകനുണ്ടാവില്ല. അപ്പോൾ കിച്ചൂട്ടൻ്റെ പ്ലാനിങ്ങിനെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. അതെ, എല്ലാത്തിനുള്ള ഭാഗ്യം വിജയ് പ്രഭുവിന് ലഭിച്ചു. ഗുരുവായൂർ മഞ്ജരീസിൻ്റെ പേരിൽ നമ്മുടെ അഡ്മിൻ വിഷ്ണുവിനെ ഞാൻ ഉടനെ തന്നെ ഓടിച്ചു. രാത്രി 1 മണിക്ക് കോൾ ചെയ്തു, വിഷ്ണുവിനെ കിട്ടിയില്ല. രാവിലെ തന്നെ വിഷ്ണുവിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, വിഷ്ണു എത്രയും പെട്ടെന്ന് ഗുരുവായൂർ മഞ്ജരീസിൻ്റെ പേരിൽ ഒരു റീത്ത് വിജയ് പ്രഭുവിൻ്റെ അച്ഛൻ്റെ ബോഡിയിൽ വെക്കണം എന്ന് പറഞ്ഞു. കൃത്യസമയത്ത് തന്നെ നമ്മുടെ വിഷ്ണു മാരാറ് അവിടെ എത്തി. കാരണം എനിക്കൊരിക്കലും ചെന്നൈയിൽ നിന്ന് ഓടിയെത്തിയാൽ എത്താൻ പറ്റുന്ന ദൂരവും സമയമൊന്നുമല്ല. ആ മൃതശരീരം എടുക്കാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് നിയറസ്റ്റ് കിടക്കുന്നത് വിഷ്ണുവാണ്. വിഷ്ണു വന്നു.
ഗുരുവായൂർ മഞ്ജരീസിലെ എല്ലാവരുടെ പേരിലും ഞാൻ കാണാത്ത നമ്മുടെ മഞ്ജരീസിൻ്റെ പ്രിയപ്പെട്ട അച്ഛന് കുമാരൻ എന്നാണ് പേര്. ഒരുപാട് തവണ നമ്മുടെ ബിജി പ്രഭു അച്ഛൻ്റെ പേരിൽ മഞ്ജരീസിലൂടെ അന്നദാനമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ അച്ഛൻ്റെ ആ ഒരു തിരുശരീരത്തിൽ, അങ്ങനെ തന്നെ പറയണം, കാരണം ആ ഒരു മഹത് വ്യക്തിയുടെ ശരീരത്തിൽ ഗുരുവായൂർ മഞ്ജരീസിൻ്റെ പേരിൽ നമ്മൾ റീത്ത് സമർപ്പിച്ചു. നമ്മൾക്ക് ആ ദുഃഖത്തിൽ, വേർപാടിൽ നമുക്ക് വിഷമമുണ്ട്, ദുഃഖമുണ്ട്. നമ്മളും വിജയ് പ്രഭുവിൻ്റെ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുകയാണ്. ആ ഒരു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ. കിച്ചൂട്ടൻ്റെ തൃപാദങ്ങളിൽ ഇനിയൊരു പുനർജന്മമില്ലാതെ സമാധാനത്തിൽ, സന്തോഷത്തിൽ ആ ഒരു ആത്മാവ് ഇരിക്കട്ടെ. വിജയ് പ്രഭുവിൻ്റെ അമ്മയുടെ ആരോഗ്യം ഭഗവാൻ കാത്തുകൊള്ളട്ടെ. ആ ഒരു വേർപാട് സഹിക്കാനുള്ള വിഷമം, വേദനയും എല്ലാം സഹിക്കാനുള്ളൊരു ധൈര്യവും മനക്കരുത്തും വിജയ് പ്രഭുവിൻ്റെ കുടുംബത്തിന് കൊടുക്കട്ടെ. നമ്മളെല്ലാവരും ആ ദുഃഖത്തിൽ ഒരു നിമിഷം നമ്മൾ പങ്കുചേരുന്നു. ഹരേ കൃഷ്ണ. പിന്നെ ഇന്ന് അമാവാസിയാണ്, വൈശാഖ മാസത്തിലെ അമാവാസി ദിവസമാണ്. എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് മഞ്ജരീസിൻ്റെ ഗ്രൂപ്പിൽ ഞാൻ ഇട്ടേക്കാം. ഗുരുവായൂർ മഞ്ജരീസ് കോൺടാക്ട് നമ്പർ 9342494941 93 42 49 49 41. ഈ നമ്പറിലേക്ക് നമുക്ക് മഞ്ജരീസിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുകൾ പോകുന്നുണ്ട്. മെയിൽസിന് വേറെ, ഫീമെയിൽസിന് വേറെ. ഗ്രൂപ്പുകളിൽ ആഡ് ആയാലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈവ് നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ലൈവിൻ്റെ ലിങ്ക് അഡ്മിൻസ് കറക്റ്റായിട്ട് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ ശ്രീല മാതാജി, പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. വിശേഷ ദിവസങ്ങൾ ഏതൊക്കെയാണ്, ആ ദിവസങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ഏത് സമയത്താണ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം നമ്മുടെ ഗ്രൂപ്പിൽ വരുന്നതാണ്. ഒപ്പം തന്നെ നമ്മുടെ കിച്ചൂട്ടൻ നമ്മുടെ ഗ്രൂപ്പിലൂടെ ഒരുപാട് പേർക്ക് അനുഗ്രഹം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു കിച്ചൂട്ടനിലൂടെ കിട്ടിയ ആ ഒരു അനുഗ്രഹം, പ്രാർത്ഥന, നന്ദി, ഇതെല്ലാം ഓഡിയോ ആയിട്ടിടുമ്പോൾ അത് കൃത്യമായി ഞാൻ ഗ്രൂപ്പിലേക്ക് പോസ്റ്റ് ചെയ്യാറുണ്ട്. ഏകാദശി, പ്രദോഷം, ഉറപ്പായിട്ടും സിന്ധു മാതാജി, ഏകാദശി, പ്രദോഷം, ഷഷ്ടി, ഇങ്ങനെയുള്ള വിശേഷ ദിവസങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ മഞ്ജരീസിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലാണ് വരിക. മിക്കവരും ഇന്ന് വീടുകളിൽ കലണ്ടർ സൂക്ഷിക്കുന്നില്ല, പാരണ സമയം ഇതെല്ലാം വരും. ഫേസ്ബുക്ക് പേജിനേക്കാളും കൂടുതൽ നമ്മുടെ ഗ്രൂപ്പുകളിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നത്. അപ്പോൾ മഞ്ജരീസിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഓക്കെ പ്രഭു, വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ആവാൻ താല്പര്യമുള്ളവർ ആരായാലും മഞ്ജരീസിൻ്റെ നമ്പറിലേക്ക് മെസ്സേജ് ഇടുക. നാളെ മുതൽ ഞാൻ മെസ്സേജ് നോക്കാം. എനിക്ക് ഇന്ന് ക്ലാസ് കഴിഞ്ഞിട്ട് ഒരല്പം തിരക്കുണ്ട്, 1-2 സ്ഥലങ്ങളിൽ പോകാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നാളെ മുതൽ ഞാൻ മെസ്സേജുകളെല്ലാം നോക്കി തുടങ്ങും. അപ്പോൾ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ആഡ് ആവാം. നിങ്ങൾ കാണുന്നത് യൂട്യൂബിലൂടെ ആണെങ്കിൽ നിങ്ങളുടെ പേര് യൂട്യൂബ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് മെസ്സേജ് തരണം. ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് നിങ്ങളുടെ പേര് എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്ത് തരണം. മറ്റു മാനദണ്ഡങ്ങളൊന്നും തന്നെ സുധാ മാതാജി വിഷമിക്കേണ്ട, ഒന്നും തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ ആഡ് ആവുന്നതിനില്ല. പിന്നെ ദിവ്യ മാതാജി മക്കളൊക്കെ പോയി കുട്ടികൾക്ക് സ്കൂളിലേക്കുള്ള തിങ്സ് എല്ലാം കൊടുത്തു. ഒരുപാട് സന്തോഷം. ഇനി നമുക്കൊരു വസ്ത്രദാനമുണ്ട്, 51 വസ്ത്രദാനം നമ്മൾ ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ദുബായിലുള്ള വേറൊരു പ്രഭു വഴിയാണ് ചെയ്യുന്നത്. സാധനങ്ങളെല്ലാം ഇവിടെ എത്തി. കുറച്ച് മഴയുണ്ടായിരുന്നു ഇന്നലെ, അപ്പോൾ എനിക്ക് പുറത്ത് പോയി കൊടുക്കാൻ സാധിച്ചിട്ടില്ല. വരും ദിവസങ്ങളിൽ കൊടുക്കും. ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കാം. രാത്രി 8:30 ക്ലാസ് ഉണ്ടാവും കേട്ടോ. ഞാനിന്ന് ഒന്ന് പുറത്ത് പോകാനുണ്ട്. നേരത്തെ എത്തിയാൽ ഇന്ന് എന്തായാലും 8:30 എടുക്കും. ഇല്ലെങ്കിൽ നാളെ മുതൽ രാവിലെ 6:00 രാത്രി 8:00 നമ്മുടെ ക്ലാസ് പോകുന്നത്. കാരണം ഒരു മാസം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിരുന്നു എല്ലാ കാര്യങ്ങൾക്കും. നിങ്ങൾക്കും ഫ്രീ ടൈമാണ്, എനിക്കും നിങ്ങളെ പിടിച്ചിരുത്താൻ കുറച്ച് പ്രയാസമായിരുന്നു. ഓപ്പൺലി പറയുകയാണെങ്കിൽ സൺഡേയ്സ് മാക്സിമം നമുക്ക് ക്ലാസ് അവോയ്ഡ് ചെയ്യാമെന്നാണ് എൻ്റെ ഒരു തീരുമാനം. കാരണം വെച്ചാൽ എനിക്ക് ഞായറാഴ്ചകൾ കുട്ടികൾക്ക് ക്ലാസ് എടുക്കണം, ഒന്ന്. രണ്ടാമത്തത്, ഞായറാഴ്ചകൾ എനിക്ക് നിങ്ങളെ വിളിച്ചുണർത്താൻ ഇഷ്ടമില്ല. കാരണം രാവിലെ എല്ലാ ദിവസത്തെയും പോലെ അല്ലല്ലോ. ഒരു സൺഡേ ആകുമ്പോൾ നിങ്ങൾക്കൊന്ന് ഉറങ്ങണം, കുട്ടികളും ഉറങ്ങുന്ന സമയം. അപ്പോൾ ആ സമയത്ത് ഞാൻ നിങ്ങളെ രാവിലെ തന്നെ 6:30 വിളിച്ചുണർത്തി
എഗെയിൻ ഇത് കൊടുക്കുമ്പം അത് ശരിയല്ല, എക്സ്പെഷ്യലി ലേഡീസിന്. അപ്പം ഞായറാഴ്ചകൾ അങ്ങനെ പോട്ടെ, നമുക്ക് വേണ്ട. എന്തു പറയുന്നു? ഈ നിങ്ങളുടെ അഭിപ്രായമാണ് വലുത്. സൺഡേസ് നമുക്ക് ഒഴിവാക്കാം ക്ലാസ്. അപ്പം എനിക്കും കുട്ടികൾക്ക് വേണ്ടി ഗുരുകുലം ക്ലാസ് എടുക്കാൻ പറ്റും. നമ്മുടെ ക്ലാസ്സും കുട്ടികളുടെ ക്ലാസ്സും കൂടി ആകുമ്പോഴേക്കും ഞാൻ ടയർഡാവും. അപ്പം വോയിസ് കൊണ്ട്, ശബ്ദം കൊണ്ട് ടയർഡാവും. അതർവൈസ് വേറെ പ്രശ്നമില്ല. അപ്പം എന്ത് പറയുന്നു? സൺഡേസ് നമുക്ക് നമ്മുടെ ക്ലാസ് ഒഴിവാക്കിയാലോ? ബാക്കി എല്ലാ ദിവസവും എടുക്കുക. ചൂട് ഒരല്പം കുറഞ്ഞു, മഴ പെയ്തു, പക്ഷെ ഒരു വല്ലാത്തൊരു ക്ലൈമറ്റ്. അതെ, സൺഡേസ് നമുക്ക് ഒഴിവാക്കാം. നിങ്ങളെല്ലാവരും ഉറങ്ങൂ. ഞായറാഴ്ച ദിവസങ്ങൾ കുറച്ച് ലേറ്റായിട്ട് എഴുന്നേൽക്കും. നേരത്തെ ഒന്നും എഴുന്നേൽക്കണ്ട, ലേറ്റായിട്ട് എഴുന്നേൽക്കുക. എന്താ പറയുക, എല്ലാ കാര്യങ്ങളും കുറച്ച് സൺഡേ ഒരു റിലാക്സിൻ്റെ. സൺഡേ നമുക്ക് ക്ലാസ് വേണ്ട. നമ്മൾ മറ്റ് ഗ്രൂപ്പുകളെ പോലെയൊന്നും അല്ല. എനിക്ക് നിങ്ങളുടെ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ എനിക്കൊരു വയ്യായിക വന്നാലും ഒരു ഷൂട്ട് ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾ എന്താ പറയുക, ഒരു കുഴപ്പമില്ല മാതാജി അതൊക്കെ കഴിഞ്ഞിട്ട് എടുക്കും, ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതേ ഒരു മര്യാദ ഞാൻ നിങ്ങളോടും കാണിക്കണം അല്ലേ? ഞായറാഴ്ചകൾ നിങ്ങൾ ഉറങ്ങും, നേരത്തെ എഴുന്നേക്കണം എന്നൊന്നുമില്ല. നിങ്ങൾ കുറച്ച് ലേറ്റായിട്ട് എഴുന്നേറ്റ് ലേറ്റായിട്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്ത് കുടുംബമായിട്ടിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച്, അപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡ്സിനും കുട്ടികൾക്കൊക്കെ തോന്നും, ഒരു മാതാജി അല്ല ഞങ്ങളുടെ അമ്മ, അവർക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യൂ സൺഡേസ്. ഓക്കെ? അല്ലാതെ നമ്മൾ ഫുൾ ടൈം ഇങ്ങനെ എപ്പോഴും ക്ലാസ്, ഭക്തി ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. സൺഡേ നമുക്ക് ക്ലാസ് വേണ്ട കേട്ടോ. അപ്പോൾ ഈ ഞായറാഴ്ച മുതൽ ക്ലാസ് ഇല്ല. തിങ്കൾ മുതൽ ശനി വരെ നമുക്ക് എടുക്കാം. രാവിലെ 6:30 മണിക്ക് എടുക്കാം. രാവിലെ നിങ്ങൾ മൊബൈലൊക്കെ ഓണാക്കി കിച്ചണിൽ വെച്ചാൽ മതി. എന്തെങ്കിലും തിരക്കുകളൊക്കെ ഉണ്ടെങ്കിൽ കേൾക്കണം എന്നില്ല, പിന്നെ ഫ്രീ ആകുമ്പോൾ കേട്ടാൽ മതി കേട്ടോ. ഒരു കുഴപ്പമില്ല. യൂട്യൂബിലൊക്കെ നമ്മുടെ അപ്ഡേഷൻസ് ഒക്കെ വന്ന് തുടങ്ങി. യൂട്യൂബിൽ നമ്മുടെ ക്ലാസ്സുകൾ ഇട്ടുകൊണ്ടിരുന്ന മീഡിയ പാർട്ട്ണർ വിപിന് സുഖമില്ലായിരുന്നു, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പം ഇപ്പം അതെല്ലാം അപ്ഡേഷൻസ് ആയി തുടങ്ങി. പിന്നെ എന്താ പറയാനുള്ളത്, നമ്മുടെ സുധി അറിയാലോ, സുധിയേട്ടൻ മരിച്ചിട്ട് ജൂൺ 6 ഒരു വർഷം തികയാണ്. സുധിയേട്ടൻ്റെ ഫണ്ടിലേക്ക് നമുക്കൊരു 6,000 റുപ്പീസോളം പിരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഞാനത് കയ്യിൽ വെച്ചിരിക്കുകയാണ്, കൊടുത്തിട്ടില്ല. കാരണം അത് ചെറിയൊരു എമൗണ്ട് ആയിട്ട് എങ്ങനെയാണ് കൊടുക്കണേന്ന് ഓർത്തിട്ട്. ഫ്യൂച്ചറിൽ നമുക്ക് കൊടുക്കാം, നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ എമൗണ്ട് ഞാൻ അതിലേക്ക്. ഒരു മിനിറ്റ് കേട്ടോ. അതിവിടെ വടകറിയും ഇടിയപ്പം ഒക്കെ വരും. ഭയങ്കര ശബ്ദം, അതുകൊണ്ടാണ്. അപ്പം അങ്ങനെ കേട്ടോ. അപ്പം അത് കുറച്ചും കൂടി എന്തെങ്കിലും ആവട്ടെ, എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു 25,000 രൂപയെങ്കിലായിട്ട് കൊടുക്കുമ്പോൾ അതൊരു മര്യാദ ഉണ്ടല്ലോ. ഞാൻ അതുകൊണ്ടാണ് കൊടുക്കാത്തത്. പിന്നെ നമ്മുടെ തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് ഏകദേശം ഒരു 17,000 രൂപയോളം ആയിട്ടുണ്ട്. അതിനി നമുക്ക് കുറച്ചും കൂടെ ഫണ്ട് ഇങ്ങനെ സ്വരൂപിച്ച് ഒരു ദിവസം നമ്മുടെ മഞ്ജരീസിലൂടെ പറ്റാവുന്നവരെല്ലാവരും കൂടെ ചേർന്നിട്ട് തിരുനെല്ലിയിൽ കൊണ്ടുപോയി കൊടുക്കാം. പിന്നെ മറ്റ് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. ഇത്രയൊക്കെയാണ് വിശേഷം. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. നമ്മളിപ്പം കൃഷ്ണാവബോധ പ്രവർത്തനം അങ്ങനെ ഒരു ക്ലാസ്സാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? കർമ്മയോഗം എന്ന് പറഞ്ഞിട്ട്. ക്ലാസ് എന്നൊന്നും പറയാൻ എനിക്ക് ഇഷ്ടമില്ല കേട്ടോ. ഒരു ക്ലാസ് ഒന്നല്ല, നമ്മൾ തമ്മിലുള്ള ഒരു എന്താ പറയുക സംസാരം, സ്നേഹത്തോടെയുള്ള സംസാരങ്ങൾ. അതിൽ ഞാൻ എന്നെ കാണുന്നു, നിങ്ങളെ ഞാൻ വേർഡ്സുകളിലൂടെ കാണുന്നു. മാക്സിമം ലൈവ് ഷെയർ ചെയ്യാം. നമ്മൾ മഞ്ജരീസ് കുടുംബങ്ങളാണ്. മഞ്ജരീസിലെ ആരുടെ ദുഃഖവും ഇവിടെ കുറവാണ്. ആരുടെ ദുഃഖവും നമ്മുടെ ദുഃഖം തന്നെയാണ്, അവരുടെ കുടുംബങ്ങളുടെ ആയാലും ആരുടെ ആയാലും. പിന്നെ മറ്റൊരു കാര്യം സ്പെഷ്യലായിട്ട് പറയാനുള്ളത്, കേരളത്തിൽ നല്ല മഴയാണ്. അപ്പോൾ മഞ്ജരീസിൻ്റെ ഹോട്ടൽസ് നമ്മൾ എന്ത് ചെയ്തു എന്നറിയാമോ? മൺസൂൺ ഓഫറിലിട്ടു. അത് വളരെ പെർഫെക്റ്റ് ആയിരിക്കും. കാരണം 3 സ്റ്റാർ ഹോട്ടലൊക്കെ മൺസൂൺ ഓഫറിൽ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യമല്ല. പിന്നെ നിങ്ങൾക്ക് സാത്വിക് ഫുഡ് അവൈലബിൾ ആണ്. പിന്നെ അതെല്ലാം കുറച്ച് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലുള്ള ഫുഡ്, സാത്വിക് ഫുഡ് തന്നെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ കിട്ടണമെങ്കിൽ അതുണ്ട്. ഇനി അതെല്ലാം ഹോംലി ഫുഡ് തന്നെ വേണം. മാതാജി ഞങ്ങൾ രാത്രി കഞ്ഞിയാണ് കുടിക്കാറ്, അല്ലെങ്കിൽ എന്താ പറയുക ചപ്പാത്തിയാണ് കഴിക്കാറ് എന്നാണെങ്കിൽ നമുക്കവിടെ കുക്കുണ്ട്. അപ്പോൾ കുക്ക് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട കുക്ക് തന്നെയാണ്. നല്ല ടേസ്റ്റി ഫുഡാണ്. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ചേച്ചി കുക്ക് ചെയ്യാറുണ്ട്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഞാൻ കാണിച്ചു തരാം ഇനി ഒരു ലൈവിൽ. എൻ്റെ ഗുരുവായൂരിലെ കുക്കെന്ന് തന്നെ വേണമെങ്കിൽ പറയണം ചേച്ചിയെ. അപ്പോൾ ചേച്ചി നമുക്ക് മഞ്ജരീസിൽ റീജോയിൻ ചെയ്തു.
നിങ്ങൾക്ക് സാത്വിക് ഫുഡ് വേണമെങ്കിൽ പറഞ്ഞാൽ ഞാനവിടെ ഡോർ ഡെലിവറി ചെയ്യിക്കും. വീട്ടിലെ ഭക്ഷണം തന്നെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുണ്ട് വിശേഷങ്ങൾ. പിന്നെ ഈ ഈ ഈ ഒരു മൺസൂൺ ഓഫറിൽ നിങ്ങൾ ബുക്ക് ചെയ്തിട്ടോളൂ. ഈ മൺസൂണിൽ തന്നെ വരണമെന്നില്ല. മൺസൂൺ ഓഫറിൽ നിങ്ങൾ ബുക്ക് ചെയ്താൽ വരും മാസങ്ങളിലേക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കിട്ടും. ഓക്കെ, അപ്പം ഈ ഒരു 2 മാസത്തിനുള്ളിൽ ബുക്ക് ചെയ്യുകയാണെങ്കിൽ, 2 മാസം ഇല്ല ബുക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മൺസൂൺ ഓഫർ റേറ്റിന് റൂംസ് എല്ലാം കിട്ടും. ഓക്കെ, അപ്പോൾ മാക്സിമം എത്രയും പെട്ടെന്ന് റൂംസൊക്കെ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാ മാസവും ഗുരുവായൂർ വരണം. ഞാൻ വെറുതെ പറയില്ല, എല്ലാ മാസവും ഗുരുവായൂർ വരാം. ഡെയിലി നമ്മൾ എന്തെങ്കിലും ഭഗവാന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഗുരുവായൂർ അമ്പലത്തിലെ സേവനത്തിന് വേണ്ടിയിട്ട്, അതിൽ മറ്റൊന്നും ചിന്തിക്കേണ്ട. എന്തെങ്കിലും ഒരു പൈസ, ഒരു കോയിൻസ് എടുത്ത് ഒരു പാത്രത്തിലിട്ട് വെച്ചിട്ട്, ഭഗവാനെ ഒന്നിനും ആവശ്യമില്ല. ഭഗവാന് നമ്മുടെ പൈസയ്ക്കോ സ്വത്തിനോ പണത്തിനോ ഒന്നിനും ആവശ്യമില്ല. പക്ഷേ ആ ഗുരുവായൂർ ക്ഷേത്രം എന്ന് പറയുന്നത് നമ്മുടെയാണ്. അതിൻ്റെ പുരോഗതിയും നമ്മുടെ ചുമതലയാണ്, അല്ലേ? എത്രയോ പേര് വന്ന് അവിടെ ഇരിക്കുന്നു, ഇവിടെ ഇരിക്കുന്നു, മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലിരിക്കുന്നു, ദാഹിച്ചാൽ കുടിക്കാൻ വെള്ളമുണ്ട്. ഇല്ലായ്മകൾ നമ്മൾ ചിന്തിക്കേണ്ട. ഒന്നുമില്ലാത്തതിൽ നിന്ന് നമുക്ക് ഇത്രത്തോളം സൗകര്യങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ എല്ലാവരുടെയും മനസ്സുകൊണ്ടാണ്. അപ്പം എന്ത് ചെയ്യുക, നമ്മളെ കൊണ്ടാവുന്ന ഒരു തുക മാറ്റിവെച്ച് ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ നേരെ ക്ഷേത്രത്തിൻ്റെ ഭണ്ഡാരത്തിലേക്ക് കൊടുക്കുക, അല്ലെങ്കിൽ നേരെ കൊണ്ടുപോയി ഭഗവാന്റെ തൃപ്പടിയിൽ വെക്കുക. അങ്ങനെ നമ്മളെ കൊണ്ടാവുന്ന ഒരു കോൺട്രിബ്യൂഷൻ എല്ലാ മാസവും ഗുരുവായൂർ വന്നിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് കൊടുക്കുക. അത് അവർ കൊണ്ടുപോയി, ഇവർ കൊണ്ടുപോയി, അവർക്ക് നന്നാവാൻ ഇവർ, അങ്ങനെയുള്ള ചിന്തകളൊന്നും വേണ്ട നമ്മുടെ മനസ്സിൽ. നമ്മൾ നമ്മുടെ സമ്പത്തായിരിക്കുന്ന ഗുരുവായൂർ ക്ഷേത്ര എന്താ പറയുക ഡെവലപ്മെൻറ്റ്സിന്, അഭിവൃദ്ധിക്ക്, നമ്മളെ പോലെയുള്ള ഭക്തരും നമ്മുടെ അടുത്ത തലമുറ വന്നു കഴിഞ്ഞാൽ അവർക്കുള്ള സൗകര്യങ്ങൾക്കൊക്കെ എന്താ പറയുക സൗകര്യത്തിനൊക്കെ വേണ്ടി നമ്മളെ കൊണ്ടാവുന്ന ഒരു കോൺട്രിബ്യൂഷൻ എല്ലാ മാസവും ഗുരുവായൂർ തൃപ്പടിയിൽ എത്തിക്കുക. അത് നല്ലതാണ്, മനസ്സിലായില്ല? അപ്പം അങ്ങനെയൊക്കെ ചെയ്യുക. എല്ലാ മാസവും ഗുരുവായൂർ വരിക. മാക്സിമം അമ്മ പൂജ ചെയ്യുന്നുണ്ടോ? കുയിൽ വന്നേച്ചി കാലയിൽ വന്ന് 6:30 മണിക്ക് വന്നേ. കണ്ടോ, ഇവിടുത്തെ പൂജ രാവിലെ കഴിഞ്ഞു. അപ്പോൾ ഓക്കെ മോനെ, ത്രിവേണിയമ്മ ഗുരുവായൂരെത്തിയോ? അപ്പോൾ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. മാക്സിമം എല്ലാ മാസവും ഗുരുവായൂർ വരിക. ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ കർമ്മയോഗത്തിൽ 5-ാമത്തെ അധ്യായമാണ് നമ്മൾ പഠിക്കുന്നത്, കർമ്മയോഗം. അതിൽ കൃഷ്ണാവബോധത്തിൽ പ്രവർത്തനം. എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ കൃഷ്ണാവബോധം, കൃഷ്ണൻ എന്ന് പറയുന്ന അവബോധം നമ്മൾക്കുള്ളിലുണ്ടായാൽ ആ അവബോധത്തിലൂടെയുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, യോഗായുക്തോ വിശുദ്ധാത്മാ വിജിതാത്മാ ജിതേന്ദ്രിയ സർവഭൂതാത്മഭൂതാത്മാ കുർവനബീന ലിപ്യതേ എന്നാണ് പറയുന്നത്. എന്താ നമുക്ക് നോക്കാം. ഭക്തിപൂർവം പ്രവർത്തിക്കുന്ന ഒരാളും വിശുദ്ധാത്മാവും ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിയന്ത്രിക്കുന്നതുമായിരിക്കുന്ന ഒരാൾ എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ്. എന്താണ്? ഭക്തിപൂർവം പ്രവർത്തിക്കുന്ന ഒരാൾ. ഇപ്പം നമ്മൾ ഒരാളെ കാണുന്ന സമയത്ത് അയാൾ നമ്മളോട് കടിച്ചു കീറിയാണ് സംസാരിക്കുന്നതെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടൂല, അല്ലേ? അപ്പം നിങ്ങൾ എൻ്റെ അടുത്ത് ഒരു വിഷമം പറയാൻ വന്നു, മാതാജി എനിക്കൊരു സങ്കടമുണ്ട്. അപ്പം ഞാൻ ആ സങ്കടം കേൾക്കുന്ന സിറ്റുവേഷന് പ്രാധാന്യമുണ്ട്. ചിലപ്പോൾ ഒരു 10 പേരെ ഇടയിൽ നിൽക്കുന്ന സമയത്താണെങ്കിൽ ഞാൻ എന്താ പറയുക, മാതാജി ഇപ്പം പറ്റില്ല, പിന്നെ വിളിക്കൂ എന്ന് പറയും. കാരണം എന്താ, നമുക്ക് ആ ഒരു എന്താ പറയുക ആ ഒരു സമയത്തിനൊരു വാല്യൂ ഉണ്ട്, അല്ലേ? ഒരാളൊരു വിഷമം പറയുമ്പം നമ്മളൊരിക്കലും എന്താണ് ആ വിഷമം കേൾക്കേണ്ട സമയവും സാഹചര്യവും ഉണ്ട്. ആ സാഹചര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഞാൻ എന്താ പറയുക, ചില സമയങ്ങളിൽ മാതാജി നിങ്ങൾ വാട്സപ്പിലേക്ക് മെസ്സേജ് ഇട്ടോ, ഞാൻ സമയം പോലെ അത് കേട്ടോളാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സാഹചര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചിന്തിച്ച് നോക്കണം. അപ്പോൾ നമ്മളൊരു വിഷമം പറയാൻ വരുന്ന സമയത്ത്
ഓക്കെ നിങ്ങൾ പിന്നെ അങ്ങനെ എന്ന് പറഞ്ഞ് നമ്മളങ്ങോട്ട് നമ്മുടെ റിയാക്ഷൻ അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സാത്വികമല്ലാത്ത ഒരാളുടെ റിയാക്ഷൻ എന്ന് പറയുന്നത് കോപത്തോടെ ആയിരിക്കും, ദേഷ്യത്തോടെ ആയിരിക്കും. നമ്മുടെ മക്കളോട് ദേഷ്യപ്പെടുന്നതോ അല്ലെങ്കിൽ മറ്റുള്ള ഇതുപോലെ അല്ല വേറൊരാളോട് നമ്മൾ ദേഷ്യപ്പെടുന്നത്. സാത്വികമല്ലാത്ത ഒരു വ്യക്തിക്ക് മുൻകോപം കൂടുതലായിരിക്കും. മനസ്സിലായില്ലേ? എന്താ രമണൻ പ്രഭു, അങ്ങേ ലൈവിൽ കാണുന്നതാണ് എനിക്ക് ഏറ്റവും സന്തോഷം. ഞാൻ ഗീത തൊട്ട് പറയുന്നു, ദേ നോക്കൂ, ഗീത തൊട്ട് ഞാൻ പറയുന്നു, അങ്ങ് സാമ്പത്തികമായി ഒന്നും ചെയ്യണ്ട, ഞാനത് ആഗ്രഹിക്കുന്നുമില്ല. മഞ്ജരീസിന് വേണ്ടി അങ്ങയുടെ ആ ഒരു പ്രസൻസ് അത് മതി എനിക്ക്. അത് അങ്ങെന്നല്ല, എല്ലാവരിൽ നിന്നും അത് മതി. നമ്മളെ കൊണ്ടാവുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും അന്നദാനം കൊടുക്കുകയെ മഞ്ജരീസിന് എന്തെങ്കിലും മേടിക്കുകയെ അതൊക്കെ മതി. ആവാത്തവരൊരിക്കലും ചെയ്യേണ്ട, എനിക്കത് ഇഷ്ടവും ഇല്ല. മനസ്സിലായി? കഷ്ടപ്പെട്ടിട്ടും കടം വാങ്ങിയിട്ടും ചെയ്യാൻ ഭഗവാൻ ആരോടും പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ പ്രസൻസ് അതാണ് എനിക്കിഷ്ടം. നിങ്ങളെ ലൈവിൽ കാണുമ്പോൾ സത്യം പറയാം, ഹൃദയത്തിൽ കൈവച്ച് പറയാം, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അവർ വന്നു, ഇവർ വന്നു, അവർ വന്നു, അപ്പം എനിക്കൊരു സന്തോഷമാണ്, ഭയങ്കര സന്തോഷമാണ്. അത് മതി എനിക്ക്, നിങ്ങളുടെ ആ ഒരു സാന്നിധ്യം അതാണ് എനിക്ക് ഏറ്റവും വലുത്. നോക്കാം ജയന്തി മാതാജി, നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ സാത്വികമല്ലാത്ത ഒരു ആള്, അവരെന്ന് പറഞ്ഞാൽ എപ്പോഴും ദേഷ്യപ്പെടും. ദേഷ്യം എന്ന് പറയുന്ന തന്നെ സാത്വികതയില്ല. അപ്പം അവരോട് നമുക്ക് ഇടപെടാൻ കുറച്ച് വിഷമം ഉണ്ടാവും അല്ലേ? അങ്ങനെ ഇല്ലാത്ത വ്യക്തികൾ എങ്ങനെയാണ്? ഭക്തിപൂർവ്വം പ്രവർത്തിക്കുന്നവരായിരിക്കും. ഭക്തിപൂർവ്വം പ്രവർത്തിക്കുന്ന വ്യക്തികൾ എന്ന് പറഞ്ഞാൽ സാത്വിക മനോഭാവത്തിലുള്ള വ്യക്തികളായിരിക്കും. പിന്നെന്താ? വിശുദ്ധാത്മാവും ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിയന്ത്രിക്കുന്നവൻ. വിശുദ്ധാത്മാവായ ഒരാൾ എങ്ങനെയാണ്? നല്ല ആത്മാവ് എങ്ങനെയാണ്? ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കും, മനസ്സിനെ നിയന്ത്രിക്കും. കാരണം എന്താ? ചൂട് കൂടുതലാണെങ്കിലും ആ സിറ്റുവേഷനെ നമ്മൾ അതിജീവിക്കും, തണുപ്പ് കൂടുതലാണെങ്കിലും അതിജീവിക്കും. ആഗ്രഹങ്ങൾ ഉണ്ടാവും, അത് വാങ്ങണം, ഇത് വാങ്ങണം, അത് വാങ്ങണം, ഇത് വാങ്ങണം. ആ ആഗ്രഹങ്ങളെല്ലാം നമ്മൾ മാറ്റിവെക്കും, നമുക്കുള്ളത് കൊണ്ട് മുന്നോട്ട് പോകും. അല്ലാണ്ട് നമുക്കിപ്പം അതിൻ്റെ മേളിൽ കയറി ചെയ്ത് അതിൻ്റെ ആവശ്യം നമുക്കില്ല. അപ്പോൾ ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് എന്താണ്? പ്രിയങ്കരനായ ഒരു വ്യക്തിയാണ്. മനസ്സിലായില്ലേ? പ്രിയങ്കരനായ ഒരു വ്യക്തിയാണ്, പ്രിയപ്പെട്ട ഒരാളായിരിക്കും. അതല്ല പിടിച്ച മുയലിന് 4 കൊമ്പ്, എനിക്ക് ഇപ്പം കിട്ടണം, എനിക്ക് ഇത് വേണം, ഇതില്ലെങ്കിൽ ഞാൻ നിൽക്കില്ല, ഞാൻ ഇതില്ലെങ്കിൽ ഇരിക്കില്ല എന്ന് പറയുന്നവരോട് നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. എനിക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്, ബുദ്ധിമുട്ടാണ് ലൈവ് എടുക്കുമ്പോൾ. അപ്പോൾ നമുക്കൊരു ഇറിറ്റേഷൻ ആയിരിക്കും അല്ലേ? നമ്മൾ ഉള്ളതുപോലെ ഉള്ളതിനനുസരിച്ച് എവിടെയാണെങ്കിലും നമ്മൾ ജീവിക്കാൻ പഠിക്കണം. അത് ഇങ്ങനെ കിട്ടിയാലേ ഇങ്ങനെയാ, അങ്ങനെയൊന്നും പാടില്ല എന്ന് കരുതി അത് ഒരാളെ കാണിക്കാനും വേണ്ടിയാവരുത്. ഇല്ലായ്മകളെ നമ്മൾ അതിജീവിക്കാൻ പഠിക്കുമ്പോഴാണ് ജീവിതം ഏറ്റവും മനോഹരമായി തീരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ ഇല്ലായ്മകളെ അവഗണിച്ച് നമുക്ക് അത് കിട്ടണം, ഇത് കിട്ടണം, സുഷ മാതാജി അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടില്ല ജീവിതത്തിൽ. എവിടെ എത്തില്ല? എന്താണോ ഇല്ലായ്മകൾ, ആ ഇല്ലായ്മകളെ നമ്മൾ അതിജീവിക്കാൻ പഠിക്കണം. അങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തി എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരാളായിരിക്കും. അദ്ദേഹം എല്ലാവരെയും സ്നേഹിക്കും. പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നാലും യാതൊരു കർമ്മവും അദ്ദേഹത്തെ ബാധിക്കില്ല. ഇല്ലായ്മകളൊക്കെ അതിജീവിച്ച് പ്രയാസങ്ങളില്ല, ദുരിതങ്ങളില്ല, പരാതികളില്ലാതെ ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി എല്ലാവരെയും സ്നേഹിക്കും. ആരോട് ആ വ്യക്തി ദേഷ്യപ്പെടില്ല, ഒരു കാര്യത്തിനും ദേഷ്യപ്പെടില്ല. സ്വാഭാവികമാണ്, പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിൽ വരും. അത് എല്ലാവരുടെ സ്വഭാവവും ഇപ്പോൾ ഒരുപോലെ ആയിക്കോണമെന്നില്ല അല്ലേ? നിങ്ങൾ ഈ 45 പേർക്കും 45 സ്വഭാവമായിരിക്കും. എൻ്റെ സ്വഭാവമായിരിക്കില്ല നിങ്ങളുടെ ആയിരിക്കില്ല എൻ്റെത്. അപ്പം നമ്മളെല്ലാത്തിനോടും പൊരുത്തപ്പെട്ട് പോകണം. അല്ലാതെ ഇഷ്ടപ്പെടാത്തൊരു കാര്യം കാണുമ്പോഴേക്കും ദേഷ്യപ്പെടുക എന്ന് പറയുന്നത് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ എൻ്റെ ലൈഫിൽ ഒരാളോട് ദേഷ്യപ്പെടാറുള്ളൂ, അത് ബിന്ദു അമ്മേനോടാണ്. വേറെ ആരോടും ഞാൻ ദേഷ്യപ്പെടാറില്ല. കാരണം എന്താ വെച്ചാൽ അവർ ചെയ്യുന്ന പ്രവൃത്തികൾ അതാണ്. അതെനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാകും. മറ്റൊന്നുമല്ല, കഴുകി വെച്ച പാത്രങ്ങൾ വീണ്ടും കഴുകുക, പറഞ്ഞ് നമുക്ക് മടുത്തു പോകും. ഞാനൊന്ന് ഉച്ചയ്ക്ക് 1 മണിക്കൂറൊക്കെ ഉറങ്ങുകയാണെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ റൂമിൽ കയറി അവർ ആ സോപ്പ് പൊടിയൊക്കെ എടുത്തിട്ടുണ്ടാവും, യാതൊരു സംശയവുമില്ല. അപ്പം അതൊക്കെ നമുക്കൊരു വിഷമമാണ്. ഭഗവാൻ എന്തെങ്കിലും നേദ്യം വെക്കാനൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് ഒന്ന് അടച്ചു വെക്കാൻ പറഞ്ഞാൽ അവർ മറന്നു പോവുക. അപ്പം പ്രായത്തിൻ്റെയും കൂടിയാണേ. അപ്പം ഞാൻ അവരിങ്ങനെ ട്രെയിൻ ചെയ്തുകൊണ്ടേയിരിക്കും, റീകറക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നെ അവരുടെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് അവരെ നമുക്ക് അമിതമായി സ്നേഹിക്കാൻ പറ്റില്ല.
അവരുടെ ചേച്ചിയും അനിയനൊക്കെ എന്നോട് സംസാരിച്ചാണ്, മാതാജി സ്നേഹം ഉള്ളിൽ മതി, പുറത്ത് കാണിക്കരുത്. ചെറുപ്പത്തിലേ സ്നേഹം പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അവരുടെ ക്യാരക്ടറിൽ. അപ്പോൾ സാരമില്ല, അതുകൊണ്ട് നിങ്ങൾ അവരെ സ്വീകരിച്ച് നോക്കുന്നത് തന്നെ ഞങ്ങളുടെ കുടുംബത്തിന് അഭിമാനവും അന്തസ്സുമാണ്. അവർ തെരുവിൽ നടക്കുന്നില്ലല്ലോ, നിങ്ങളുടെ കൈകളിൽ അവർ സുരക്ഷിതയാണല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ട്. പക്ഷേ സ്നേഹം കാണിക്കല്ലേ മാതാജി, പ്രകടിപ്പിക്കല്ലേ മാതാജി, അത് പ്രകടിപ്പിച്ച പ്രശ്നമാണ്. നിങ്ങൾ ഉള്ളിൽ വെച്ചോളൂ, കരുതിക്കോളൂ, പക്ഷെ കാണിക്കല്ലേ. അപ്പം അതുകൊണ്ട് എൻ്റെ ഒരു ദേഷ്യഭാവം എന്ന് പറയുന്നത് സത്യത്തിൽ ബിന്ദുമ്മയുടെ അടുത്താണ്. മറ്റാരടുത്തും എനിക്ക് ദേഷ്യപ്പെടാനുള്ളൊരു സാഹചര്യവും ഇല്ല. ആ സാഹചര്യത്തിൽ നിന്ന് ഞാൻ മാറിപ്പോവുകയും ചെയ്യും. ബഹളം ഉണ്ടാക്കേണ്ട കാര്യമില്ല നമുക്ക്. ബഹളം കൊണ്ട് എവിടെ എത്തില്ല. നമ്മളും അപ്സെറ്റ് ആവും, ഫ്രസ്ട്രേറ്റഡ് ആവും, നമ്മുടെ ദിവസവും വേസ്റ്റ് ആയി പോവും, നമ്മുടെ മൈൻഡും അപ്സെറ്റ് ആവും. അപ്പം അതൊന്നും ഇല്ലാതെ നമ്മൾ പോവുകയാണെങ്കിൽ നമ്മളെ ഒരു കർമ്മവും ബാധിക്കില്ല. നമ്മളെ കർമ്മം ബാധിക്കാതെ നോക്കേണ്ടതാണ് ഏറ്റവും വലിയ സുരക്ഷിതത്വം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? നമ്മളുടെ സേഫ്റ്റി എന്ന് പറയുന്നത് തന്നെ നെഗറ്റീവ്സ് ഒന്നും നമ്മളെ ബാധിക്കാതിരിക്കുക. നെഗറ്റീവ്സ് നമ്മൾ പറയുന്നത് തന്നെ എന്താണ്? കർമ്മമാണ്. ആ കർമ്മം നമ്മളെ ബാധിക്കാതിരിക്കണം. കൃഷ്ണാവബോധത്തിലൂടെ മുക്തിയുടെ പാതയിലേക്ക് നീങ്ങുന്ന ഒരാൾ, കൃഷ്ണൻ എന്ന് പറയുന്ന അവബോധത്തോടെ ചിന്തയിലൂടെ മുക്തി വേണം എന്ന് വിചാരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തി എപ്പോഴും എല്ലാവർക്കും പ്രിയപ്പെട്ട വ്യക്തിയായിരിക്കും. മനസ്സിലായില്ലേ? അല്ലാതെ നമ്മൾ അത് നേടണം ഇത് നേടണം എന്നുള്ള ലക്ഷ്യബോധത്തോടെ ജീവിക്കുമ്പോൾ നമ്മുടെ സ്വഭാവത്തിൽ ആ റിഫ്ലക്ഷൻ ഉണ്ടാവും. വെട്ടിപ്പിടിക്കാനൊരു മനോഭാവം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഒരു കടയിൽ കയറി, ആ കടയിലെ കടക്കാരനെ സംബന്ധിച്ചിടത്തോളം ആ സാധനങ്ങൾ വിൽക്കണം എന്നുള്ളതാണ് അയാളുടെ ഡ്യൂട്ടി. അതിൽ നിന്നൊരു രൂപ ലാഭം ഉണ്ടാക്കണമെന്ന്. അപ്പോൾ നമ്മൾ ചില സമയത്ത് പറയും, ചേട്ടാ ഒരു 2 രൂപ കുറച്ച് തരൂ. ഇല്ല, പറ്റില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ വെച്ചിട്ട് പൊയ്ക്കോളൂ എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെ ആ കടയിൽ കയറില്ല, അല്ലേ? നമുക്ക് മാനസികമായിട്ട് അവരോട് ഒരു അറപ്പ് തോന്നും, അറയ്ക്കും അവരോട്. അങ്ങനെ ഒരു അഡമന്റ് ക്യാരക്ടർ ആവശ്യമില്ല. ഇല്ലാത്തൊരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ 1 രൂപ കുറഞ്ഞതിൻ്റെ പേരിൽ സാധനങ്ങൾ കൊടുക്കാതെ ഇരിക്കുക, അങ്ങനെയൊക്കെയുള്ള പല വ്യക്തികളുണ്ട്. അപ്പം അങ്ങനെയുള്ള വ്യക്തികളോട് നമുക്കൊരു അകൽച്ച വരും. അതേസമയം പോട്ടെ സാറില്ലേ, മക്കൾ അതവിടെ പൈസ പിന്നെ തന്നാൽ മതി, സാധനം കൊണ്ടുപോളൂ എന്ന് പറയുന്ന ഒരു വ്യക്തിയോട് നമുക്ക് എന്താ തോന്നുക? ഒരു ബഹുമാനം തോന്നും. വീണ്ടും നമ്മൾ തിരിച്ച് ആ കടയിലേക്ക് തന്നെ പോകും. ആ വ്യക്തിയെ തേടി നമ്മൾ അവിടെ എത്തും. അപ്പോൾ നന്മ ചിന്തിക്കുന്ന ഹൃദയങ്ങൾക്കേ അങ്ങനെ പ്രവർത്തിക്കാൻ പറ്റും. അല്ലാതെ അവരുടെ ലക്ഷ്യം പണമാണ്, പ്രശസ്തിയാണ്, പേരാണെന്ന് ചിന്തിക്കുന്ന വ്യക്തികളോട് നമുക്ക് അടുക്കാൻ പറ്റൂല. അത് നമ്മുടെ കുറ്റം, അവരെ കുറ്റമൊന്നുമല്ല. എല്ലാ ജീവജാലങ്ങളും ക്ഷമയോടെ പോകുന്നൊരു വ്യക്തിയെ സ്നേഹിക്കും. ദേഷ്യ മനോഭാവത്തിൽ ഇടപെടുന്ന ഒരു വ്യക്തിയെ ഒരു ജീവജാലങ്ങളും സ്നേഹിക്കില്ല. ഒരാൾക്കും എന്താ പറയാ, അത് സാരില്ല, അത് കൺട്രോളാവും, ദേഷ്യം കൺട്രോളാവും. നമ്മൾ മിണ്ടാണ്ടിരുന്നാൽ മതി. ആ സമയത്ത് ഞാനൊക്കെ ആണെങ്കിൽ തല്ലത്തെറിക്കുന്ന ദേഷ്യം വരും ചില സമയത്ത്. മിണ്ടാണ്ടിരിക്കും, എന്തെങ്കിലും കാണിക്കുമെന്ന് പറയും, എനിക്ക് വയ്യ പറയാമെന്ന് പറയും. അവൻ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ മൈൻഡ് ഞാനപ്പം വേറെ എങ്ങനെയെങ്കിലുമൊക്കെ മാറ്റിയെടുക്കും. കാരണം അല്ലാണ്ട് പറ്റൂല, അല്ലാണ്ട് നമുക്ക് വട്ടുപിടിക്കും. അപ്പം അതിലും ഭേദം നമ്മളെ മനസ്സിനെ ആ സമയത്ത് മാറ്റുക, സ്കിപ്പ് ചെയ്യുക. ഞാൻ അങ്ങനെയാണ് ചിന്തിക്കാറ്. കാരണം എന്താ, ഒരാൾ നമ്മളെ എല്ലാവരും സ്നേഹിക്കണം എന്നാണ് നമുക്കിഷ്ടം. എല്ലാവരും നമ്മളെ സ്നേഹിക്കണം, നമ്മളോട് നല്ല 2 വാക്ക് പറയണം. അതിന് നമ്മൾ ആദ്യം ശീലിക്കേണ്ടത് ക്ഷമയാണ്. എത്രത്തോളം ക്ഷമിക്കുന്നുവോ അത്രത്തോളം എല്ലാവരും നമ്മളെ സ്നേഹിക്കും. ഇപ്പം നമ്മുടെ ഭർത്താക്കന്മാർ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു ഒട്ടനെ നമ്മൾ റിയാക്ട് ചെയ്യരുത്. വേണമെങ്കിൽ പോയി ചോദിച്ചു, വേണേ എടുത്തു, എന്തേ നിങ്ങളുടെ അമ്മ എന്തേ, നിങ്ങളുടെ അച്ഛൻ എന്തേ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്ന ചില എന്താ പറയുക, അയ്യോ എന്ത് പറ്റി എന്ന് പറയുന്ന ചില വ്യക്തികളുണ്ട്, ഭാര്യമാരുണ്ട്. അപ്പം ഭർത്താക്കന്മാരെന്താ പറയാന്ന് പറയും, ഉഫ് എന്തെങ്കിലും പറഞ്ഞാൽ 4 ഉത്തരം ഇങ്ങോട്ട് പറയും എന്ന ഒരു മനസ്ഥിതി അവർക്ക് ഉണ്ടാകും. അപ്പം അങ്ങനെ നമ്മൾ പറയരുത്. നമ്മൾ എന്ത് ചെയ്യാം, സൈലൻ്റായിട്ട് പോവാം, മിണ്ടാണ്ട് പോവുക. നമ്മൾ റിയാക്ട് ചെയ്യണ്ട. എന്തെങ്കിലും പറയുന്നവർ പറഞ്ഞിട്ട് പോട്ടേന്നേ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ മിണ്ടാണ്ടിരിക്കുക. നമ്മളെ എന്താ പറയുക, പിടിച്ചു കുലുക്കി വലിച്ചു കീറുന്ന തരത്തിലുള്ള വാക്കുകളൊക്കെ ചിലപ്പോൾ കേൾക്കേണ്ടി വരും. മിണ്ടണ്ട. മിണ്ടിയാൽ നമ്മൾ അപ്സെറ്റ് ആവും, പ്രശ്നം വഷളാവും. വേണ്ട, അങ്ങനത്തെ ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കണ്ട. എത്രത്തോളം നമ്മൾ ക്ഷമയോടെ മുന്നോട്ട് പോകുന്നോ അത്രത്തോളം ആൾക്കാർ നമ്മളെ സ്നേഹിക്കും. എത്രത്തോളം നമ്മൾ ദേഷ്യപ്പെട്ടിട്ട് പോകണോ അത്രത്തോളം ആൾക്കാർ നമ്മളെ വെറുക്കും. നമ്മളെല്ലാവരും വെറുത്തിട്ടുള്ളൊരു ജീവിതം നമുക്ക് എന്തിനാ? അങ്ങനെ ജീവിതം നമുക്ക് വേണ്ട. ഏതൊരു ജീവനെയും കൃഷ്ണനിൽ നിന്ന് വേർപെടുത്താതിരിക്കാൻ അങ്ങനെയുള്ള ഒരാൾക്ക് കഴിയില്ല, അല്ലേ? ക്ഷമയോടെ പോകുന്ന ഒരാൾക്ക് എല്ലാവരെയും കൃഷ്ണനിലേക്ക് അടുപ്പിക്കാൻ പറ്റും. ക്ഷമയാണ് ഒരാളുടെ ആയുധമെങ്കിൽ ആ വ്യക്തിക്ക് എല്ലാവരെയും കൃഷ്ണനിലേക്ക് അടുപ്പിക്കാൻ പറ്റും. ക്ഷമയല്ല, ആ വ്യക്തി തന്നെ ഒരു ദേഷ്യ സ്വഭാവമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് ആരെയും കൃഷ്ണനിലേക്ക് അടുപ്പിക്കാൻ പറ്റില്ല. കാരണം എന്താ, ആ വ്യക്തിയോട് ആരും അടുക്കില്ല.
ആ വ്യക്തിയോട് അടുക്കാതെ വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിക്കും ആരെയും ഭഗവാനിലേക്ക് അടുപ്പിക്കാൻ പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ? ഒരു വൃക്ഷത്തിന്റെ ശാഖകളും ഇലകളും എല്ലാം അതിൽ നിന്ന് വ്യത്യാസമില്ല അല്ലേ? ഒരു വൃക്ഷം എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു ചെടി, ആ ചെടിയുടെ കൊമ്പും മരവും ചില്ലയും എല്ലാം എന്താണ് മനോജ് പ്രഭു? എല്ലാം എന്താണ്? ആ വൃക്ഷമാണ്. അപ്പൊ നമ്മള് കൊമ്പുണ്ടായാലും ചില്ലയുണ്ടായാലും ഇലയുണ്ടായാലും പൂവുണ്ടായാലും കായ ഉണ്ടായാലും ഒക്കെ നമ്മൾ എന്താ പറയാ? ഇപ്പൊ പിന്നിൽ നിൽക്കുന്ന ഈ വൃക്ഷം നമ്മൾ എന്താ പറയുക? അത് മാവാണ്. മാവും മാങ്ങയും മാങ്ങയുടെ ചില്ലയും കൊമ്പും എല്ലാം അടങ്ങിയതാണ് ആ വൃക്ഷം. അപ്പൊ അതേപോലെ സ്നേഹം, ദയ, കരുണ, ക്ഷമ, ധൈര്യം അതെല്ലാം അടങ്ങിയതാണ് കൃഷ്ണാവബോധം. അതെല്ലാം ഉള്ളൊരു വ്യക്തിക്ക് കൃഷ്ണനിലേക്ക് മറ്റുള്ളവരെ അടുപ്പിക്കാൻ പറ്റും, അല്ലാത്തവർക്ക് അടുപ്പിക്കാൻ കഴിയില്ല. മനസ്സിലായില്ലേ? വൃക്ഷത്തിന്റെ ചുവട്ടിലൊഴിച്ച വെള്ളം, ഒരു ചെടിയുടെ ചുവട്ടിൽ നമ്മൾ കൊണ്ടുപോയി വെള്ളം ഒഴിച്ചാല് ആ ചെടിയുടെ വേരിന് മാത്രമല്ല അത് കിട്ടുന്നത്, അതിന്റെ ഫലത്തിന് പോലും അത് കിട്ടുന്നുണ്ട്. അപ്പൊ അതേപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു എന്താ പറയാ, നമ്മുടെ ഉള്ളിൽ നമ്മളൊരു സ്നേഹം സൂക്ഷിച്ചാൽ, ഒരു കരുണ സൂക്ഷിച്ചാൽ, നമ്മുടെ ഉള്ളിൽ നമ്മുടെ മനസ്സിൽ ഒരു ദയ സൂക്ഷിച്ചാൽ അത് നമുക്ക് ചുറ്റുള്ള എല്ലാവർക്കും കിട്ടും. മനസ്സിലായില്ലേ? എല്ലാവർക്കും അത് കിട്ടും. നമ്മളിൽ നിന്ന് സ്പ്രെഡ് ആവുന്ന എന്തായാലും അത് മറ്റുള്ളവർക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മളൊരു 10 പേര് ഒരുമിച്ചിരിക്കുകയാണ്, അതിൽ ഒരാൾ വിഷമിച്ചിരുന്നു കഴിഞ്ഞാൽ ബാക്കി 9 പേരും സൈലന്റ് ആവും. അവൻ ഭയങ്കര മൂഡ് ഓഫ് ആയിരിക്കണം, പിന്നെ നമ്മൾ മാത്രം ഇങ്ങനെ കിടന്ന് കളിച്ചിരിച്ച് ഇങ്ങനെ ഒരു മൈൻഡ് ആവും. എന്നാൽ 10 പേര് ഇരിക്കുകയാണ്, അതിലേക്ക് ഒരാൾ കിടന്നിട്ട് ഭയങ്കര തമാശയും കളിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, എല്ലാവരും കൂടി ചിരി തുടങ്ങും. അതെ, നമ്മുടെ ക്ഷമയെ മുതലെടുക്കുന്ന ആൾക്കാരും ഉണ്ട്. പോട്ടെ, സാരമില്ല, അവർ മുതലെടുത്തിട്ട് അവരെവിടം വരെ പോണിടത്തോളം പൊക്കോട്ടെ, ആ ലെവലിൽ അങ്ങ് വിട്ടുകൊടുക്കാം, നമ്മളൊന്നും പറയാൻ പോണ്ട. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇരിക്കുന്ന സമയത്ത് നമ്മൾ കളിച്ചും ചിരിച്ചും ഇരുന്ന് കഴിഞ്ഞാൽ ഒരു ആനന്ദമുണ്ട്, അതെല്ലാവരിലേക്കും സ്പ്രെഡ് ആവും അല്ലേ? നമ്മളെന്താ പറയുക, ഷോ അവളുടെ അടുത്ത് പോയി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ സങ്കടങ്ങളും കൂടി നമ്മൾ മറന്നുപോകും, ആ ഒരു അരമണിക്കൂർ പോയതേ അറിഞ്ഞില്ല എന്നായിരിക്കും നമ്മൾ പറയാം. അപ്പം അങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ നമ്മുടെ ചുറ്റുപാടിനെ എത്തിക്കണമെങ്കിൽ ആദ്യം നമ്മൾ നമ്മളെ ചേഞ്ച് ചെയ്യണം. നമ്മൾക്ക് ദുഃഖങ്ങളുണ്ടാവും, സങ്കടങ്ങളുണ്ടാവും, പ്രയാസങ്ങളുണ്ടാവും, പല പല വിഷമങ്ങളുണ്ടാവും, ഒരുപാട് കാര്യങ്ങളുണ്ടാവും. പക്ഷെ അതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സ്വയം സഫർ ചെയ്യുക. ഭഗവാൻ നമ്മുടെ കൂടെയുണ്ട്, ഭഗവാൻ നമ്മളെ കൈയൊന്നും വിടൂല. അങ്ങനെ കൃഷ്ണൻ കാണാമറയത്തിരുന്നിട്ട് കൃഷ്ണനെ വിളിക്കുന്നവരെ കൃഷ്ണൻ ദുരിതത്തിലേക്കൊന്നും ആക്കില്ല. സമയമാകുമ്പോൾ ഇപ്പോൾ വിജയ് പ്രഭുവിൻ്റെ കാര്യത്തിൽ കിച്ചു എടുത്ത തീരുമാനം പോലെ നമ്മുടെ കാര്യത്തിലൊക്കെ ഭഗവാൻ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. വിജയ് പ്രഭുവിന് 2 മാസം മുന്നേ ലീവ് കിട്ടിയിരുന്നെങ്കിൽ വിജയ് പ്രഭുവിൻ്റെ അച്ഛൻ്റെ മുഖം അവസാനമായിട്ട് അദ്ദേഹത്തിന് കാണാൻ പറ്റില്ല. അദ്ദേഹം ആഗ്രഹിച്ച സമയത്ത് ലീവ് കിട്ടിയിരുന്നെങ്കിൽ അദ്ദേഹം ആഗ്രഹിച്ച എന്താണ്? എൻ്റെ മക്കളെ കാണണം, മക്കളെ കാണണം, മക്കളെ കാണണം അല്ലേ? പക്ഷെ എന്താ ഉണ്ടായത്? ഭഗവാൻ എന്ത് ചിന്തിച്ചു? മക്കൾ സുരക്ഷിതമായി അവിടെയുണ്ട്, നിന്റെ അച്ഛൻ പോകാനുള്ള സമയമായി, നിന്റെ അച്ഛന് നിന്നെ കാണണം, നിനക്ക് നിന്റെ അച്ഛനെ അവസാനമായി കാണണം, നീ വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞു. അങ്ങനെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു സാഹചര്യമാണ് വിജയ് പ്രഭുവിന് കിച്ചൂട്ടൻ നൽകിയത്. ആ ഒരു കിച്ചൂട്ടൻ ആ ഒരു ഇടപെടലുകൾ അവിടെ നടത്തിയില്ല എങ്കിൽ വിജയ് പ്രഭു മരണം വരെ ദുഃഖിച്ചേനെ. കാരണം ഒരേ ഒരു മകനാണ്, ഞാൻ ലീവ് കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ അച്ഛൻ മരിച്ചു, എൻ്റെ അച്ഛന് ഒന്നും ലാസ്റ്റ് നിമിഷം ചെയ്തു കൊടുക്കാൻ എനിക്ക് പറ്റിയില്ല എന്നൊരു ദുഃഖം കാലാകാലം വിജയ് പ്രഭുവിനെ അലട്ടിയനെ. മനസ്സിലായില്ലേ? പക്ഷേ ഭഗവാൻ എന്ത് ചെയ്തു? സമയമായിക്കൊണ്ടിരിക്കുകയാണ്. വിജയ് 4-5 പ്രാവശ്യം ലീവിന് അപ്ലൈ ചെയ്തു, കൊടുത്തില്ല ഭഗവാൻ. ഞാനും കിച്ചുവിനോട് ചോദിച്ചു, എന്താ കിച്ചു ഇങ്ങനെ, എത്ര ദിവസമായി അദ്ദേഹം മെസ്സേജ് അയക്കുന്നു, ലീവ് കൊടുക്കൂ. ലീവ് കൺഫേം ചെയ്തിട്ടും ക്യാൻസൽ ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ ഭഗവാന്റെ പ്ലാനിങ്സ് ആണ് നമ്മൾ ആലോചിക്കേണ്ടത്. അദ്ദേഹം എത്രമാത്രം പ്ലാനിങ്ങോടെയാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പൊ അതേപോലെ നിങ്ങളിൽ ഓരോരുത്തരിലും മഞ്ജരീസിലൂടെ ഭഗവാൻ പ്ലാനിങ് ചെയ്യുന്നുണ്ട്. കാരണം ഇന്നിപ്പോൾ രാവിലെ അമാവാസിയാണ്, ഇന്ന് വൈശാഖ മാസത്തിലെ അമാവാസിയാണ്, ശനി ജയന്തിയാണ്. രാവിലെ 6:30 എടുക്കാമെന്ന് കരുതിയിട്ട് ദിവ്യ മാതാജി ഉറങ്ങാതെ പാവം യാത്ര ചെയ്ത് പോയിട്ട് എനിക്ക് മെസ്സേജ് ഇട്ടിരിക്കുകയായിരുന്നു, മാതാജി ക്ലാസ് എടുക്കുന്നില്ലേ? ഞാൻ പറയും വെയിറ്റ് ചെയ്ത് ദിവ്യ, ഞാൻ കുറച്ച് പൂജയിലാണ്. കാരണം നിങ്ങളുടെ ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, വിഷമങ്ങൾ ഇതൊക്കെ കിച്ചുവിനോട് പറയേണ്ട ദിവസമാണ് അല്ല, പ്രത്യേകമായി പറയേണ്ട ദിവസമാണ്. അപ്പം അതൊക്കെ പറഞ്ഞു. അപ്പം ഭഗവാൻ പ്ലാനിങ്ങോട് കൂടിയാണ് നമ്മുടെ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നത്. മനസ്സിലാവുന്നില്ലേ? അപ്പം ആ പ്ലാനിങ്സ് നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. എത്ര പ്രാർത്ഥിച്ചിട്ടും കിട്ടുന്നില്ല 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 എന്നുള്ള പരാതി നമ്മൾ വെക്കരുത്.
കൃഷ്ണാവബോധത്തോടെ പ്രവർത്തിക്കുന്ന ഒരാൾ എല്ലാവരെയും സേവിക്കും. അതുകൊണ്ട് അയാൾ എല്ലാവർക്കും പ്രിയപ്പെട്ട വ്യക്തിയായിരിക്കും. കൃഷ്ണാവബോധത്തോടെ അല്ല പ്രവർത്തിക്കുന്നതെങ്കിൽ സ്വന്തം കാര്യം സിന്ദാബാദ്, അതായിരിക്കും അവരുടെ ആറ്റിറ്റ്യൂഡ്. പക്ഷേ കൃഷ്ണാവബോധത്തിലുള്ള ഒരാളാണെങ്കിൽ എല്ലാവർക്കും സഹായം ചെയ്യും. തൻ്റെ പ്രവൃത്തികൾ ഏവരെയും തൃപ്തിപ്പെടുത്തുന്നതിനാൽ അയാൾ നിർമ്മല പ്രജ്ഞനാണ്. അപ്പം നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്ക് സന്തോഷം നൽകുന്ന കാര്യമായിരിക്കണം. അവർക്ക് വിഷമം ഉണ്ടാക്കുന്ന, ദേഷ്യം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യരുത്. മനസ്സിലായില്ലേ? ഒരാളെയും നമ്മൾ അവോയ്ഡ് ചെയ്യരുത്. നമ്മളെ വേദനിപ്പിച്ചവരെ പോലും നമ്മൾ ഒഴിവാക്കരുത്. നമ്മളെ ഒറ്റപ്പെടുത്തിയവരെ പോലും നമ്മൾ പ്രതികാരം ചെയ്യരുത്. നമ്മളെ വേദനിപ്പിച്ച് ദുഃഖിപ്പിച്ച് ഒറ്റപ്പെടുത്തിയവരെ പോലും നമ്മൾ എന്ത് ചെയ്യരുത്? അപമാനിക്കരുത്. ചേർത്ത് പിടിക്കാനേ നമുക്ക് പാടും. നമുക്ക് ആ ഒരു വികാരം മാത്രമേ ഉള്ളൂ, ചേർത്ത് പിടിക്കുക. ഞാൻ എന്നും പറയാറുണ്ട്, മഞ്ജരീസിന് ഒരു വാതിലേ ഉള്ളൂ. മഞ്ജരീസിൽ വന്നു കഴിഞ്ഞാൽ മഞ്ജരീസ് കുടുംബമായി. അതിൽ നിന്ന് പോകുന്നവർ പോയിക്കോട്ടെ, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മനസ്സിലായില്ലേ? പക്ഷേ ചേർത്ത് പിടിക്കാനേ മഞ്ജരീസിന് അറിയും, ഒഴിവാക്കാൻ മഞ്ജരീസിന് അറിയില്ല. അവബോധം ശുദ്ധമാകിയാൽ മനസ്സും പൂർണ്ണമായി നിയന്ത്രിതമാണ്. നമ്മുടെ മനസ്സ് നിയന്ത്രിക്കപ്പെടണമെങ്കിൽ ആദ്യം നമ്മുടെ ചിന്ത നമ്മുടെ കൺട്രോളിൽ ഉണ്ടാവും. ഇന്ന് രാവിലെ മഞ്ജരീസിൽ ഞാനൊരു കോട്ട്സ് ഇട്ടിട്ടുണ്ട്. ജ്ഞാനമഞ്ജരിയെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അല്ലേ? നമ്മുടെ പുതിയ പങ്ക്തിയാണ് ജ്ഞാനമഞ്ജരി. പല പല അറിവുകളാണ് ജ്ഞാനമഞ്ജരിയിലൂടെ നിങ്ങൾക്ക് നൽകുന്നത്. ജ്ഞാനമഞ്ജരി കാണാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പാകത്തിലുള്ള വീഡിയോ ആക്കിയിട്ടാണ് നമ്മുടെ അഡ്മിൻസ് അത് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നത്. വളരെ സൂക്ഷ്മമായി പരിശോധിച്ച അറിവുകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് നൽകുന്നത്. ഇനി ജ്ഞാനമഞ്ജരിയിലേക്ക് വരാൻ പോകുന്നത് ഇപ്പൊ വേണ്ട. എന്താണ് നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രത്തെക്കുറിച്ചുള്ള മഹാത്മ്യമാണ് ഇപ്പോഴത്തെ ജ്ഞാനമഞ്ജരിയിൽ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാക്സിമം ജ്ഞാനമഞ്ജരി ഷെയർ ചെയ്യുക. ജ്ഞാനമഞ്ജരിയൊക്കെ കിട്ടണമെങ്കിൽ മഞ്ജരീസിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ആവണം. 9342494941 എന്ന നമ്പറിലേക്കാണ് ആഡ് ആവേണ്ടത്. വാട്സപ്പ് മെസ്സേജ് അയക്കേണ്ടത്. ഒരുപാട് വ്യത്യസ്തമായിരിക്കുന്ന അറിവുകളാണ് മഞ്ജരിയിലൂടെ, ജ്ഞാനമഞ്ജരിയിലൂടെ നിങ്ങളെ കാത്തിരിക്കുന്നത്. ഓക്കെ? അവബോധം ശുദ്ധമായാൽ മനസ്സും പൂർണ്ണമായി നിയന്ത്രിക്കപ്പെടും. നമ്മുടെ ചിന്തകൾ നിയന്ത്രിച്ചാൽ നമ്മുടെ മനസ്സും നിയന്ത്രിക്കും. മനസ്സും നിയന്ത്രിതമാവും. എല്ലാ ദിവസവും രാവിലെ നിങ്ങൾക്ക് ഞാനൊരു കോട്ട്സ് തരുന്നുണ്ട്. ഇന്നത്തെ കോട്ട്സ് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആ കോട്ട്സിൽ പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് നമ്മുടെ നാവല്ല പ്രശ്നം, നമ്മുടെ മനസ്സും ചിന്തയുമാണ് അല്ലേ? നമ്മൾ എന്തോരം വികാരങ്ങളെ അടക്കി വെച്ചാലും നമ്മൾക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം വന്നാൽ നമ്മൾ റിയാക്ട് ചെയ്തു പോകും. ആലോചിച്ച് നോക്കിക്കേ, എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ റിയാക്ട് ചെയ്തു പോകും. നമ്മളറിയാതെ നമ്മൾ റിയാക്ട് ചെയ്തു പോകും. അപ്പം അങ്ങനെയുള്ള റിയാക്ഷൻസാണ് നമ്മൾ ഒഴിവാക്കേണ്ടത്. നമ്മൾ മാക്സിമം എന്താ പറയുക, ഗംഗാ വിപിൻ മാതാജി ഹൃദയം നിറഞ്ഞ പിറന്നാളാശംസകൾ. എനിക്ക് ശരിക്കും പേരറിയില്ല, ഗംഗ എന്നാണെന്ന് തോന്നുന്നു അല്ലേ? മഞ്ജരീസിൻ്റെ 1000 ഹൃദയം നിറഞ്ഞ പിറന്നാളാശംസകൾ. അപ്പം നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കണമെങ്കിൽ നമ്മൾ ആദ്യം നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കണം. ചിന്തകളെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സ് നിയന്ത്രിതമാവും, നമ്മുടെ നാവ് നിയന്ത്രിതമാവും. ക്ഷമിച്ച് ഭൂമിയോളം ക്ഷമിച്ചിട്ട് ചിലപ്പോൾ പൊട്ടിത്തെറിച്ചു പോവും. അവിടെയും നമ്മളെ നിയന്ത്രിക്കാൻ പഠിച്ചാൽ മതി. കൃഷ്ണനോട് സ്നേഹം ഉണ്ടെങ്കിൽ, നമുക്ക് വേണ്ടി കൃഷ്ണൻ സംസാരിക്കും, കൃഷ്ണൻ പ്രതികരിക്കും എന്ന് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ പ്രതികരിക്കേണ്ട. കുടുംബങ്ങളിലെ കാര്യമാണ് കേട്ടോ പറയുന്നത്. കുടുംബങ്ങളിൽ നമ്മൾ പ്രതികരിക്കേണ്ട, അത് വേണ്ട. മഞ്ജരീസിലുള്ള ആരും കുടുംബങ്ങളിൽ പ്രതികരിക്കേണ്ട. കൃഷ്ണനോട് കിച്ചുവിനോട് സ്നേഹം ഉണ്ടെങ്കിൽ, എന്നെ ഒരല്പമെങ്കിലും നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കുടുംബങ്ങളിലൊന്നും വഴക്കിടരുത്, സൈലൻ്റ് ആയിരിക്കും. നമ്മളെ കൊണ്ട് ആർക്കും ഒരു ദ്രോഹവും വേണ്ട, നമ്മളെ ആരും ശപിക്കേണ്ട, നമ്മളെ ആരും വെറുക്കണ്ട. മനസ്സിലായില്ലേ? ഗംഗ അല്ലേ? ഗംഗ മാതാജി ആയുരാരോഗ്യ സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ. നമ്മൾ ഇങ്ങനെ അങ്ങ് സ്മൂത്തായി ജീവിച്ചു പോയാൽ മതി. ചിരിച്ചുകൊണ്ട് സംസാരിക്കാൻ പഠിക്കുക എപ്പോഴും. മുതിർന്നവരോടും നമ്മുടെ കുട്ടികളോടും ഒക്കെ നോക്കാം മാതാജി, മാതാജി നോക്കാം. മാക്സിമം നമ്മൾ എന്ത് ചെയ്യാം, സൈലൻ്റായിട്ട് പോകും. നമ്മളിരിക്കുന്ന ഇടം ഒരാളും അറിയണ്ട. എനിക്കതൊക്കെയാണ് ഇഷ്ടം. നമ്മളിങ്ങനെ ഒരു സ്ഥലത്തിരിക്കുന്നു എന്നുള്ളത് ഒരാളും അറിയണ്ട. നമ്മൾ ഭഗവാനെയാണ് പ്രൊമോട്ട് ചെയ്യേണ്ടത്, നമ്മളെയല്ല പ്രൊമോട്ട് ചെയ്യേണ്ടത്. വീടുകളിൽ നമുക്ക് വേദന ഉണ്ടാക്കുന്ന പല പല കാര്യങ്ങളുണ്ടാവും, ഒരുപാട് കാര്യങ്ങളുണ്ടാവും. നമ്മളതൊന്നും ചോദ്യം ചെയ്യേണ്ട. നമ്മൾ സ്നേഹിക്കുന്നത് കൃഷ്ണനെയാണ്, നമ്മുടെ ലക്ഷ്യം കൃഷ്ണനാണ്. മനസ്സിലായില്ലേ? മിണ്ടാണ്ടിരിക്കുക, സഹിക്കുക.
ക്ഷമിക്കുക. പിന്നെന്താ പറയുന്നത്? അവബോധം ശുദ്ധമായാൽ മനസ്സും നിയന്ത്രിതമായി. അങ്ങനെ നമ്മുടെ ഇന്ദ്രിയങ്ങളും നിയന്ത്രിക്കപ്പെടും. മനസ്സിലാവുന്നല്ലോ. അയാളുടെ മനസ്സ് എപ്പോഴും കൃഷ്ണനിൽ ഉറച്ചു നിൽക്കുന്നതുകൊണ്ട് കൃഷ്ണനിൽ നിന്ന് വേർപെടുന്ന ഒരു സമയമേ അവർക്കില്ല. താങ്ക് യു പ്രീതാമേ. ഓമനക്കുട്ട. അപ്പം കൃഷ്ണനിൽ നിന്ന് നമ്മുടെ മനസ്സ് വേർപെടാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്തായി? നമ്മൾ ക്ഷമയുടെ നെല്ലിപ്പലകയിലേക്ക് നമ്മൾ എത്തും. ഞാനൊക്കെ എന്തെല്ലാം സ്ഥലങ്ങളിൽ മിണ്ടാതിരിക്കുന്നത് ബിന്ദമ്മയോട് ഒഴികെ കേട്ടോ. ബിന്ദമ്മേനെ എന്തെങ്കിലുമൊക്കെ പറയും. കാരണം വെച്ചാൽ അവരുടെ കയ്യിലിരിപ്പ് അങ്ങനെയാണ്. വേറെ ആരെടുത്തും ഒരു ബഹളത്തിന് ഞാൻ പോകാറില്ല. കാരണം താല്പര്യമില്ല. എന്തിനാത്? എന്തെങ്കിലും കാണിക്കട്ടെ, അവരായി അവരുടെ പാടായി. നമ്മൾ മിണ്ടാണ്ടിരിക്കുക, കഴിയുന്നത് മാക്സിമം സൈലൻ്റ് ആയിട്ട് പോകും. ആ സൈലൻസാണ് നമ്മുടെ ഏറ്റവും എന്താ പറയുക ഒരു ആനന്ദം എന്ന് പറയുന്നത്. മെസ്സേജ് ഇട്ടോ ശ്രീകലാ മാതാജി മഞ്ജരീസിലേക്ക്. ഞാൻ ഇന്നും നാളെയായിട്ട് മഞ്ജരീസിൻ്റെ മെസ്സേജ് നോക്കാം. ഒന്നും മിണ്ടില്ല. ഓമനക്കുട്ടൻ എണീക്കാൻ വൈകിയോ? ഭഗവത് സേവനത്തിലൊഴികെ മറ്റൊന്നിലും അയാളുടെ ഇന്ദ്രിയങ്ങൾ ഒരു കാരണവശാലും വ്യാപരിക്കില്ല. മനസ്സിലായില്ലേ? ശിവ ഫോർത്ത് ബീറ്റ്. സന്തോഷം. അങ്ങേക്ക് നന്മയുണ്ടാവട്ടെ. എല്ലാ അനുഗ്രഹങ്ങളും കിച്ചൂട്ടൻ നൽകട്ടെ. അപ്പോൾ നമ്മുടെ മനസ്സെപ്പോഴും കൃഷ്ണനിലേക്ക് ഉറച്ചു നിർത്താനാണ് നമ്മൾ ശ്രമിക്കുന്നത്, അല്ലേ? അൾട്ടിമേറ്റ് നമ്മുടെ ലക്ഷ്യം കൃഷ്ണനാണ്. കൃഷ്ണനെ ലക്ഷ്യം വെച്ച് പോകുന്ന നമ്മൾ മറ്റുള്ള കാര്യങ്ങളിൽ എന്തിനു റിയാക്ട് ചെയ്യണം? ചെയ്യണ്ട. സൈലൻ്റ് ആവും. അങ്ങനെ നമുക്ക് സഹിക്കാൻ പറ്റാത്ത വിഷമങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ ജീവിതത്തിൽ. കൃഷ്ണനോട് അടുക്കുമ്പോൾ ഉറപ്പായിട്ടും ദുഃഖങ്ങൾ വരും, സങ്കടങ്ങൾ വരും കേട്ടോ. അതെങ്ങനെയാണെന്നറിയോ? കൃഷ്ണൻ നമ്മളെ എല്ലാ സന്തോഷങ്ങളിൽ നിന്നും എന്താ പറയുക പുറത്തേക്ക് കൊണ്ടുവരും. എല്ലാ സന്തോഷങ്ങളിൽ നിന്നും പുറത്തു കൊണ്ടുവരും. നമ്മൾ സ്നേഹത്തോടെ ഹൃദയത്തോടെ കൂടി ചേർത്ത് പിടിക്കുന്ന ചില ആൾക്കാരുണ്ടാവും. കൃഷ്ണൻ അവരുടെ തനി സ്വരൂപം നമ്മുടെ മുന്നിൽ കാണിച്ചു തരും, അവരിൽ നിന്നും വേർപെടുത്തും. അതുപോലെ നമുക്ക് എന്താ പറയുക കുറേ പൈസയൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ ജോലി ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ ഒരു ലോകത്ത് അങ്ങനെ എൻഗേജ്ഡ് ആയിരിക്കും. പക്ഷെ കൃഷ്ണ അതിൽ നിന്നൊക്കെ നമ്മളെ പുറത്തു കൊണ്ടുവരും. അതില്ലെങ്കിലും നീ ജീവിക്കാൻ പഠിക്കണം. ശരി ഓമനക്കുട്ട. അവരിൽ നിന്നൊക്കെ കൃഷ്ണൻ പുറത്തു കൊണ്ടുവരും. കാരണം എന്താ അറിയോ? നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അവരാണെന്ന് നമ്മൾ മനസ്സിലങ്ങ് ധരിക്കും. എല്ലാം നമ്മൾ പറയും, നമ്മളെല്ലാം ചോദിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ നമ്മുടെ ആ ഒരു എന്താ പറയുക അങ്ങനെ നമ്മളിങ്ങനെ ഓരോ കാര്യത്തിൽ എൻഗേജ്ഡ് ആവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിൽ തന്നെ അങ്ങ് ലോക്കായിപ്പോവും. അപ്പോൾ കൃഷ്ണൻ നമ്മൾ അതിൽ നിന്നൊക്കെ പുറത്തു കൊണ്ടുവരും. ചിലപ്പം ചില ആൾക്കാർ നമ്മളോട് കാണിക്കുന്ന സ്നേഹത്തിന് അതിരില്ലാത്ത സ്നേഹം കാണിക്കും. നമ്മൾ 1-2 പ്രാവശ്യം കണ്ട ആൾക്കാരായിരിക്കും, ചിലപ്പോൾ കാണാത്ത ആൾക്കാരായിരിക്കും. പക്ഷെ കൃഷ്ണൻ നമ്മളെ പഠിപ്പിക്കും, അതൊന്നും അല്ല വാസ്തവം, ഇതൊന്നല്ല വാസ്തവം ദിവ്യ എന്ന് നമ്മളെ പഠിപ്പിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, കൃഷ്ണനിലേക്ക് അടുക്കും തോറും കൃഷ്ണൻ നമുക്ക് നഷ്ടത്തിൻ്റെ ഒരു കൂമ്പാരം തന്നെ തരും. അതെല്ലാം കിട്ടി നഷ്ടങ്ങളുടെ, വേദനകളുടെ, ദുഃഖങ്ങളുടെ, ദുരിതങ്ങളുടെ എക്സ്ട്രീം ലെവലിൽ നമ്മൾ നിൽക്കുമ്പോഴും കൃഷ്ണ 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 എന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ കൃഷ്ണൻ നമുക്ക് എല്ലാം നൽകും. കൃഷ്ണനെ ഒഴിവാക്കാതെ നമ്മൾ പിടിച്ച ലക്ഷ്മി ദേവി നമ്മുടെ കൂടെ വരും. നമ്മുടെ വീട്ടിൽ 1 മണി അരി ഉണ്ടാവില്ല ചിലപ്പം ചോറ് വയ്ക്കാൻ. അപ്പം നമ്മൾ കൃഷ്ണനെ, കൃഷ്ണ ഞാൻ എന്തോരം നിന്നെ സ്നേഹിക്കുന്നു, എൻ്റെ വീട്ടിൽ നിന്ന് ചോറ് വയ്ക്കാൻ പോലും അരിയില്ല എന്ന് നമ്മളിങ്ങനെ ഭഗവാനോട് പരാതി പറയും, വിഷമം പറയും. എന്നാലും സാരമില്ലേ കൃഷ്ണ, നീ ഉണ്ടല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ ആരെങ്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ കൊണ്ടുതരും. മനസ്സിലായില്ല? ആരും ഇല്ലാതിരിക്കുമ്പോൾ എവിടെന്നെങ്കിലും നമുക്കൊരാശ്വാസം കിട്ടും. അങ്ങനെ കൃഷ്ണനുമായിട്ടൊരു ആത്മബന്ധം വെച്ച് പോകുമ്പോൾ ലക്ഷ്മി ദേവിക്കും തോന്നും, എന്തെല്ലാം ദുരിതങ്ങളുണ്ടായിട്ടും കൃഷ്ണനെ ഒഴിവാക്കുന്നില്ലല്ലോ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ലക്ഷ്മി ദേവി നമ്മുടെ കൂടെ വരും. മനസ്സിലായില്ല? അപ്പോൾ കൃഷ്ണനെക്കുറിച്ചുള്ളതല്ലാത്ത സംഭാഷണങ്ങൾ കേൾക്കുന്നത് ഒരിക്കലും കൃഷ്ണനെ സ്നേഹിക്കുന്ന ഒരാൾക്ക് ഇഷ്ടമല്ല. കൃഷ്ണനെ അത്രത്തോളം ഹൃദയത്തിൽ വെച്ച ഒരു വ്യക്തിക്ക് കൃഷ്ണനെക്കുറിച്ചുള്ള കാര്യങ്ങൾ കേൾക്കാനാണ് ഇഷ്ടം. വേറെ ടോക്സ് ഇഷ്ടമല്ല. അവർ വേറെ ടോക്സിനെ കുറിച്ച് ചിന്തിക്കില്ലേ ഇല്ല. വേറെ എന്തെങ്കിലും പറയാൻ വരുമ്പോഴത്തേ അവരവിടെ നിന്ന് എഴുന്നേറ്റ് മാറും, അല്ലേ? അത് നമുക്ക് വേണ്ട. നമുക്ക് മറ്റ് വിശേഷങ്ങളൊന്നും കേൾക്കാൻ താല്പര്യമില്ല. നമുക്ക് ഭഗവാനെക്കുറിച്ച് കേട്ടാൽ മതി, ഭഗവാനെക്കുറിച്ച് പറഞ്ഞാൽ മതി. അതാണ് ആനന്ദം, അതാണ് സന്തോഷം. നമ്മുടെ ലക്ഷ്യവും നമ്മുടെ അധ്യായവും നമ്മുടെ കൂടെ നിൽക്കുന്ന വ്യക്തിയും കൃഷ്ണനാണ്. ഒന്നുറപ്പിച്ചു വെച്ചോ മനസ്സിൽ.
ഒരാളും ഉണ്ടാവില്ല, കൃഷ്ണൻ മാത്രമേ ഉണ്ടാവും. എല്ലാവരും നമ്മളെ വിട്ടിട്ട് പോകും. വാസുദേവ കൃഷ്ണൻ സത്യം, എല്ലാവരും വിട്ടിട്ട് പോകും. നമ്മളെ പ്രിയപ്പെട്ടവരെന്ന് കരുതുന്ന എല്ലാവരും വിട്ടിട്ട് പോകും. നിസാരം ഒരു തെറ്റ് നമ്മുടെ ഭാഗത്ത് വന്നാൽ അത് പൊറുക്കാൻ കഴിയാത്ത വ്യക്തികളെല്ലാം നമ്മളെ വിട്ടിട്ട് പോകും. പക്ഷെ കൃഷ്ണൻ നമ്മളെ വിട്ടിട്ട് പോകില്ല. നമ്മുടെ നേരെ വിരൽ ചൂണ്ടാൻ നമ്മുടെ പ്രിയപ്പെട്ടവർക്കേ കഴിയും, പക്ഷെ കൃഷ്ണൻ വിരൽ ചൂണ്ടില്ല. മനസ്സിലായില്ലേ? കൃഷ്ണൻ നമ്മളെ ചേർത്ത് പിടിക്കും. ഓക്കെ മനോജ്. അപ്പോൾ കൃഷ്ണനെയാണ് നമ്മളെപ്പോഴും സ്നേഹിക്കേണ്ടത്, കൃഷ്ണനോട് കൂടിയാണ് നമ്മൾ ഇരിക്കേണ്ടത്. ഓക്കെ. കൃഷ്ണൻ്റെ പ്രസാദമല്ലാതെ എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ പോലും കൃഷ്ണൻ എന്ന് പറയുന്ന ആ ഒരു സത്യത്തെ ഉൾക്കൊണ്ട ഒരാൾക്ക് സാധിക്കില്ല. നമുക്ക് കൃഷ്ണനെ ഇഷ്ടമാണ്, പക്ഷെ നമുക്ക് പ്രസാദം പലപ്പോഴും ലഭിക്കില്ല. നമ്മുടെ ജീവിത സാഹചര്യം അങ്ങനെയാണ്. റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കണമല്ലോ. കാരണം നമ്മളൊക്കെ വീടുകളിലാണെങ്കിൽ ഭഗവാനെ നമുക്ക് നേദ്യം വെക്കാം, കഴിക്കാം, ഒക്കെ ചെയ്യാം. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഈ ഒരു യാത്ര അങ്ങനെ ആയതുകൊണ്ട് ചിലപ്പോൾ പ്രസാദം അല്ലാതെ നമുക്കൊന്നും കിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്നറിയോ? കഴിക്കാനിരിക്കുന്നതിന് മുമ്പ് ഭക്ഷണം നമ്മുടെ മുമ്പിൽ എത്തുമ്പോൾ ശ്രീ വിഷ്ണു 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 എന്നിങ്ങനെ ഒരു 3 മുതൽ 9 പ്രാവശ്യം നമ്മൾ ജപിക്കുക. അപ്പോൾ അങ്ങനെ ജപിച്ചു കഴിഞ്ഞാൽ അത് പ്രസാദമായി മാറി. മനസ്സിലായില്ലേ? സാരല്ലേ ആശാ മാതാജി, ഭഗവാൻ ഉടനെ കേൾക്കും. അപ്പം നമ്മൾ അങ്ങനെ ജപിച്ചു കഴിഞ്ഞാൽ, ആ പ്രസാദം വെച്ച് നമ്മൾ ജപിച്ചു കഴിഞ്ഞാൽ എന്തായി? അത് മഹാപ്രസാദമായി മാറി. ആ മഹാപ്രസാദം കഴിക്കുക. അങ്ങനെ നമ്മൾ എവിടെ എന്താ പറയുക, നോക്കാം സുജിത്ത്, എവിടെ നമ്മൾ പോയാൽ എന്ത് കഴിക്കുമ്പോഴും നമ്മൾ മനസ്സാലെ ശ്രീ വിഷ്ണു ശ്രീ വിഷ്ണു ശ്രീ വിഷ്ണു എന്ന് ജപിച്ചു കഴിഞ്ഞാൽ അത് പ്രസാദമായി. യാത്രയിലാണെങ്കിലും എവിടെയാണെങ്കിലും അപ്പോൾ നമ്മൾ കഴിക്കുന്നത് എന്തും എപ്പോഴും എന്താണ്? പ്രസാദമായി മാറും. ആ മഹാപ്രസാദം കഴിക്കുമ്പോൾ ഭഗവാൻ നമുക്ക് സാത്വിക ഗുണമനോഭാവം ഇങ്ങനെ വളർത്തിക്കൊണ്ടേയിരിക്കും. കൃഷ്ണനുമായി ബന്ധമില്ലാത്ത സ്ഥലങ്ങളിൽ പോകാൻ അയാൾക്ക് താല്പര്യം ഉണ്ടാവില്ല. അതൊരു വാസ്തവമാണ് കേട്ടോ. സത്യത്തിൽ ഞാനൊക്കെ ആദ്യം എറണാകുളത്തൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഞങ്ങൾ ഫ്രണ്ട്സായിട്ട് എന്താ പറയുക, രാവിലത്തെ ഷോ, ഉച്ചക്കലത്തെ ഷോ, വൈകുന്നേരത്തെ ഷോ, ഇങ്ങനെ ഒരു ദിവസം 3-4 സിനിമ കണ്ട ദിവസങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊരു ആനന്ദമായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറേ നാളുകളായിട്ട് ദിവ്യമാതാജി ഇവിടെ വന്ന് നിന്നല്ലോ, ദിവ്യയ്ക്കറിയാം, എനിക്ക് വേറെ എവിടെയും പോകുന്നത് ഇഷ്ടമല്ല, പോവേയില്ല. ഈ വീട്ടിൽ 4 ചുമരിൽ കിടന്ന് ഇങ്ങനെ തിരിഞ്ഞു കളിക്കും, അല്ലെങ്കിൽ ഈ വീടിൻ്റെ ടെറസിൽ പോയിരിക്കും. അവിടെ പോയിരുന്ന് കുറച്ച് എന്തെങ്കിലുമൊക്കെ എന്താ പറയുക, ഈ നാസയുടെ വീഡിയോസ് അത് ഇത് അതൊക്കെ കാണും. കൃഷ്ണനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അതർവൈസ് വേറെ എവിടെ പോകുന്നതും എനിക്കിഷ്ടമല്ല. എങ്ങനെ പോകും എന്നുള്ള എന്താ പറയുക, ഇപ്പം ദിവ്യമാതാജിയുടെ മക്കളുള്ളത് കൊണ്ട് അവർക്ക് ബീച്ച് പോകണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവരെയും കൊണ്ട് പോയത്. എന്നാലും വട്ടുപിടിക്കും പോയി കഴിഞ്ഞാൽ നമുക്കതൊരു എൻജോയ് ചെയ്യാൻ കഴിയില്ല. അതേസമയം തിരുപ്പതി ബാലാജിയുടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു ഇവിടെ, ഞങ്ങൾ പോയി. ഇന്ന് രാവിലെ കേരളത്തിലെത്തി. തിരുപ്പതി ബാലാജിയുടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു. എന്തൊരു ആനന്ദമായിരുന്നു എന്നറിയാം. അവിടെ പോയപ്പോൾ ഭയങ്കര രസമായിരുന്നു. നമുക്ക് അങ്ങിരിക്കാൻ തോന്നും, സ്വസ്ഥമായിട്ടിരിക്കാൻ തോന്നും. അതൊരു വല്ലാത്തൊരു ഫീലാണ്, ഭയങ്കര ഒരു ഫീലാണ്. അതേസമയം മറ്റെവിടെയെങ്കിലും പോകാമെന്ന് പറയുന്നത്, ചെന്നൈയിൽ പോകാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പോകുന്ന നമുക്കൊരു ഇഷ്ടം തോന്നില്ല, ഒരു ആനന്ദം തോന്നില്ല നമുക്ക്. അങ്ങനെയാണ് കൃഷ്ണനുമായി നമ്മൾ അടുത്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ള ഒരു കാര്യത്തിലും സന്തോഷം കണ്ടെത്താൻ കഴിയില്ല, ഒരിക്കലും കഴിയില്ല. നമുക്ക് ഒരു TV പോലും നമുക്ക് കാണണം എന്നുള്ളൊരു മൈൻഡ് നമുക്ക് വരില്ല. അതിലൊന്നും നമുക്കൊരു ഇഷ്ടം തോന്നില്ല, ഒരു അകൽച്ച തോന്നും. നമ്മൾ വേറെന്തോ ഒരു ലോകത്തിരിക്കുന്ന പോലെ ഫീൽ ചെയ്യും. ഭഗവാന്റെ പുസ്തകം വായിക്കുക, ഭഗവാന്റെ കാര്യങ്ങൾ പറയാം, ഭഗവാനുമായി ബന്ധപ്പെട്ടെടുത്ത് പോവുക, അതിലൊക്കെ ഒരു ആനന്ദമുണ്ട്. മറ്റുള്ള ഒന്നും നമുക്കൊരു ലഹരി തരില്ല. മനസ്സിലായില്ലേ? അതാണ് കൃഷ്ണാവബോധത്തിൻ്റെ പ്രവർത്തനം, അതാണ് അതിൻ്റെ റീസൺ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം നിയന്ത്രിതമാണ്. അപ്പം നമുക്കൊരു രുചികരമായ ഭക്ഷണം കഴിക്കണം എന്ന് തോന്നി ചിലപ്പോൾ നമ്മൾ അവിടെയും ഇവിടെയൊക്കെ പോയി ഫുഡ് കഴിക്കും. അതൊക്കെ സ്റ്റോപ്പാവും. കൃഷ്ണനുമായി അടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കൃഷ്ണനുമായി അടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് കഴിക്കണം, ഇത് കഴിക്കണം, അവിടെ പോകണം, ഇവിടെ പോകണം, അങ്ങനെയൊന്നും തോന്നില്ല. നമുക്കൊരു സൈലൻസിലേക്ക് പോകും നമ്മൾ. ആ സൈലൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഭക്തിയാണ്, നമ്മുടെ ഉള്ളിൽ ഉടലെടുക്കുന്ന ഭക്തിയാണ്. നമ്മളറിയാതെ നമ്മുടെ ഉള്ളിൽ ആ ഭക്തി വരും. നമ്മൾ റിയാക്ഷൻസ് ഒക്കെ കുറയും. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ മിണ്ടാണ്ട്, ഞങ്ങൾ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ട് നമ്മൾ മിണ്ടാതെ ക്ഷമയോടെ ഇരിക്കും. ആ മൈൻഡിലേക്ക് നമ്മൾ മാറും. പിന്നെന്താ പറയുന്നത്, അപ്പോൾ ഇന്ദ്രിയ ദമനം സാധിച്ച മനുഷ്യൻ ഒരാളോട് ഒരു തെറ്റും ചെയ്യില്ല. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി ഒരാളോട് ഒരു തെറ്റും ചെയ്യില്ല.
ഒരിക്കലും ചെയ്യില്ല. അറിയാതെ ചെയ്തു പോയാൽ അതിൽ പശ്ചാത്തപിച്ച് അത് കറക്റ്റ് ചെയ്യും. അല്ലാണ്ട് അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ പഠിച്ചൊരു വ്യക്തി ചെയ്യില്ല. എന്നാൽ അർജുനൻ യുദ്ധത്തിൽ അപരാധം ചെയ്തില്ലേ, അർജുനന് കൃഷ്ണാവബോധം ഉണ്ടായില്ലേ എന്ന് ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ ചോദിക്കും. അപ്പോൾ മാതാജി അർജുനൻ തെറ്റ് ചെയ്തില്ലേ യുദ്ധത്തിൽ, അർജുനന് കൃഷ്ണാവബോധം ഇല്ലേ എന്നൊക്കെ ആരെങ്കിലുമൊക്കെ ചോദിച്ചേക്കാം. അർജുനൻ ഉപരിപ്ലവമായി മാത്രമേ അപരാധം ചെയ്തിട്ടുള്ളൂ. അതായത് ഭഗവാന്റെ തീരുമാനപ്രകാരമാണ് അർജുനൻ പോയത്. ആദ്യം അർജുനൻ സ്വന്തം തീരുമാനത്തിലേക്ക് വന്നു, അവിടെ ഗീത ആരംഭിച്ചു. പിന്നെ ഭഗവാൻ പറഞ്ഞതിനനുസരിച്ചാണ് അർജുനൻ ചെയ്തിരിക്കുന്നത്, അല്ലേ? രണ്ടാമത്തെ അധ്യായത്തിൽ പറഞ്ഞതുപോലെ ആത്മാവ് വധ്യനല്ലെന്നിരിക്കെ ഭൂമിയിൽ സമ്മേളിച്ച ആർക്കും വ്യക്തിത്വം നഷ്ടപ്പെടില്ല. നമ്മൾ ആത്മാവിനെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഈ ഭൂമിയിൽ വന്നിരിക്കുന്ന ആർക്കും ഒരു വ്യക്തിത്വം നഷ്ടപ്പെടില്ല. ആത്മാവിനെ തിരിച്ചറിയാതെ ജീവിക്കുമ്പോഴാണ് വ്യക്തിത്വം നഷ്ടപ്പെടുന്നത്. മനസ്സിലായില്ലേ? ആത്മാവിനെ തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിൽ ആ വ്യക്തിയുടെ വ്യക്തിത്വം നഷ്ടപ്പെടും. ആത്മാവിനെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിത്വം പോവില്ല. കാരണം എന്താ? നമ്മുടെ ശരീരത്തിൽ നമ്മൾ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കില്ല. ഓക്കെ, നമ്മളങ്ങനെ ജീവിച്ചു പോകുന്നു. നമ്മൾ ആത്മാവാണ് എന്ന നല്ല ബോധം നമ്മൾക്കുള്ളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീണ്ടും വീണ്ടും ഓരോ കാര്യങ്ങളിലേക്ക് പോകാൻ നമുക്ക് തോന്നൂല. നമ്മൾ സൈലൻ്റായി പോകും. ആധ്യാത്മിക ദൃഷ്ടിയ കുരുക്ഷേത്രത്തിൽ ആരും കൊല്ലപ്പെട്ടിട്ടില്ല. അതായത് ആധ്യാത്മികപരമായി നോക്കുകയാണെങ്കിൽ കുരുക്ഷേത്രത്തിൽ ഒരാളും മരിച്ചിട്ടില്ല. കാരണം എന്താ? ശരീരമാണ് നഷ്ടപ്പെട്ടത്. ആത്മാക്കളെല്ലാം വീണ്ടും ജനിച്ചു. ഇന്നലെ ഉണ്ടായി, ഇന്നും ഉണ്ട്, നാളെയുണ്ട്. അപ്പം ആത്മാവൊന്നും മരിച്ചിട്ടില്ല. ശരീരം പോവും, അത് പോട്ടെ, കാരണം അത് നശ്വരമാണ്. അനശ്വരമായ ഒന്ന് നഷ്ടപ്പെട്ടോ എന്ന് നോക്കിയാൽ മതി. അപ്പം നമ്മളൊരിക്കലും കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ എത്ര ചോര വന്നു, എത്ര പേര് മരിച്ചു എന്ന് നമ്മൾ അഗാധമായി ചിന്തിക്കേണ്ട. ആത്മീയമായി ചിന്തിച്ചു കഴിഞ്ഞാൽ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ മരണം സംഭവിച്ചിട്ടില്ല. അവിടെ സന്നിഹിതനായിരുന്ന കൃഷ്ണന്റെ ആജ്ഞ അനുസരിച്ച് അവരുടെ ഉടുപ്പുകൾ മാറുകയാണ് ഉണ്ടായിരുന്നത്. സത്യമല്ലേ? അവിടെ വന്നിരിക്കുന്ന ആൾക്കാർ, കുറേ ആൾക്കാർ അവിടെ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വന്നു. അപ്പം കൃഷ്ണൻ അവിടെ ഉണ്ടായിരുന്നു. കൃഷ്ണൻ പറഞ്ഞതനുസരിച്ച് ശരീരമാകുന്ന അവരുടെ വസ്ത്രം, ഉടുപ്പ് അതങ്ങ് ഊരി മാറ്റി. അതാണ് അവിടെ സംഭവിച്ചത്. അല്ലാതെ അവിടെ മരണം സംഭവിച്ചിട്ടില്ല. അർജുനൻ കുരുക്ഷേത്രത്തിൽ യുദ്ധം ചെയ്യുമ്പോഴും യഥാർത്ഥത്തിൽ യുദ്ധം ചെയ്യുകയായിരുന്നില്ല. പിന്നെന്താണ്? അദ്ദേഹം തികഞ്ഞ കൃഷ്ണാവബോധത്തോടെ കൃഷ്ണൻ എന്ത് പറഞ്ഞോ അതനുസരിക്കുകയാണ് ചെയ്തത്. രാവിലെ വന്ന് പോയതാണ്, പിന്നെയും വന്നിരിക്കണുണ്ടല്ലേ. വണക്കം, ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളൊക്കെ കുരുക്ഷേത്രത്തിലുണ്ടായിരുന്നവരായിരിക്കാം, പറയാൻ പറ്റില്ല. നമ്മളൊക്കെ പുനർജന്മങ്ങളല്ലേ, പുനർജന്മമാണ്. നമ്മുടെയൊക്കെ പ്രീവിയസ് ബർത്ത് എന്താ നമുക്ക് അറിയില്ലല്ലോ, പുനർജന്മമായിരിക്കാം. രാവിലെ കുറേ വന്നതാ, ഞാൻ ഓടിച്ചു വിട്ടു രാവിലെ 6:30. ഇവിടെ വന്നിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ ഈ ബിൽഡിങ്ങിൽ വന്ന് നിന്നിട്ട് വിളിച്ചുകൊണ്ടിരിക്കുക 6:30 മണിക്ക്. എനിക്കപ്പം ജപിക്കാൻ പറ്റുന്നില്ല, ഓടിച്ചു വിട്ടു ഞാൻ. അപ്പോൾ ഓടിപ്പോയി. ഇപ്പോൾ വീണ്ടും വന്നിരിക്കുക. ഇപ്പോൾ കുടുംബത്തോടെയാണ് വരുന്നത്, ഒന്നായിട്ടല്ല വരുന്നത്, കുടുംബത്തോടെ വരും. അപ്പോൾ തികഞ്ഞ കൃഷ്ണാവബോധത്തോടെ ആര് പ്രവർത്തിച്ചു? അവിടെ അർജുനൻ പ്രവർത്തിച്ചു. ഇപ്രകാരം പ്രവർത്തിക്കുന്ന കൃഷ്ണന്റെ തീരുമാനങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും കർമ്മഫലങ്ങൾ ഉണ്ടാവില്ല. ആ വ്യക്തി ഭഗവാന്റെ അടുത്തേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടേയിരിക്കും. കൃഷ്ണൻ എന്ത് പറയുന്നോ അത് കേട്ട് ജീവിക്കുന്ന ഒരാൾക്ക്, അത് മനസ്സിലാക്കി ജീവിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും കർമ്മഫലങ്ങൾ ബാധിക്കില്ല. മനസ്സിലായില്ലേ? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അയ്യോ, ദിവ്യയുടെ കുയിലാണ് സത്യം. അപ്പോൾ നമ്മുടെ 8ാമത്തെ ശ്ലോകം അല്ല 7ാമത്തെ ശ്ലോകം കഴിഞ്ഞു. ബാക്കി നമുക്ക് നോക്കട്ടെ, കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. കുറച്ച് കഴിഞ്ഞിട്ട് അടുത്ത ഒരു ശ്ലോകം കൂടി എടുത്തുതരാം കേട്ടോ. പോവൂല, അതിനനുസരണയില്ല, അത് പോവേയില്ല. അത് ഗീത പറയാൻ വന്നിരുന്ന അത് ഓടി വരും, അതിൻ്റെ സ്വഭാവത. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ ശ്ലോകം നിർത്തുകയാണ്. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഒരു ശ്ലോകം കൂടി എടുക്കാം. ഞാൻ ഒന്ന് പോയിട്ട് ഭഗവാന് നേദ്യവും കാര്യങ്ങളൊക്കെ കൊടുക്കട്ടെ, പൂജയൊക്കെ ചെയ്യട്ടെ, എന്നിട്ട് വീണ്ടും അടുത്ത ശ്ലോകത്തിലേക്ക് വരാം കേട്ടോ. അതുവരെ നിങ്ങളെല്ലാവരും പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക,
കുളിക്കുക, കുളിക്കാത്തവരുണ്ടെങ്കിൽ കുളിക്കുക, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. മാക്സിമം ലൈവ് ഷെയർ ചെയ്യണം കേട്ടോ. എത്രത്തോളം ഷെയർ ചെയ്യാൻ പറ്റുക അത്രത്തോളം ഷെയർ ചെയ്യണം. ഓഹോ, കുയിൽനാഥം എത്ര സുന്ദരമാണ്, അത് കേൾക്കാൻ കഴിയാത്തവരോട് ചോദിക്കണം. ആഹാ, എന്താണ് സമാധിയെക്കുറിച്ചൊക്കെ നമ്മൾ എടുത്തല്ലോ ക്ലാസ്. അതൊക്കെ ഓൾറെഡി നേരത്തെയുള്ള ചാപ്റ്റേഴ്സിൽ പോയിട്ടുണ്ട് മാതാജി. നമ്മുടെ മുമ്പത്തെ ഗീതാ ക്ലാസ്സുകളൊക്കെ ഒന്ന് കേട്ടാൽ മതി കേട്ടോ. ഞാൻ കിച്ചുവിന് പോയിട്ട് പൂജയും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കട്ടെ. ഒരു കഷ്ണം പിട്ടുണ്ടാക്കി കൊടുക്കട്ടെ കിച്ചുവിന്, പിട്ടും പഴവും. അപ്പം അതുവരേക്കും ചെറിയ ബ്രേക്ക്. ഹരേ കൃഷ്ണ.